Good morning. Okay. എവിടെ വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത് നിർത്തിയത്? വെയിങ് മെഷീൻ വരെ. അത് കംപ്ലീറ്റ് അല്ലേ? വെയിങ് മെഷീൻ വരെ കംപ്ലീറ്റ് അല്ലേ? വായിച്ചു നോക്കിയിരുന്നോ? ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഭാഗത്തേക്ക് പോവാം കേട്ടോ. നെക്സ്റ്റ് വണ്ണിലേക്ക് പോവാം. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ മിസ് നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. നോക്കിയിരുന്നോ നിങ്ങള്? ഏതെങ്കിലുമൊക്കെ ചാപ്റ്റേഴ്സ് നോക്കിയോ? തേർഡ് ആൻഡ് ഫോർത്ത് മോഡ്യൂൾ നമ്മൾ എടുക്കുന്നേ ഉള്ളൂ. തേർഡ് മോഡ്യൂളിൽ നോക്കിയോ? നോക്കിയോ? ഇല്ല എന്നാണോ? അതോ ഡൗട്ട്സ് ഒന്നും ഇല്ല എന്നാണോ ഉദ്ദേശിച്ചത്? നോക്കിയിരുന്നോ? ഓക്കെ, എന്നാൽ ഇനി നമുക്ക് നെക്സ്റ്റ് മൺഡേ അല്ലേ മിസ്സിന്റെ ടൈം പീരീഡ് വരുന്നേ? നെക്സ്റ്റ് മൺഡേ അല്ലേ വരുന്നേ? മൺഡേ വരുമ്പോ അന്നത്തെ ദിവസം പറഞ്ഞാൽ മതി കേട്ടോ. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പോർഷൻസ് അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ച് ടൈം അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഇനി നെക്സ്റ്റ് വീക്കിലൊക്കെ അല്ലെ ക്ലാസ്സുകൾ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ടൈം കിട്ടില്ലല്ലോ. അപ്പൊ അതിന് മുൻപായിട്ട് മാക്സിമം ഈ പോർഷൻസ് കംപ്ലീറ്റ് ചെയ്തിട്ട് നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് തരാൻ വേണ്ടിയാ ചോദിക്കുന്നത്. അപ്പൊ റിവിഷൻസും കാര്യങ്ങളൊക്കെ ഉള്ള ടൈം ഉണ്ടോ എന്ന് അറിയില്ല. കിട്ടുകയാണെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. റിവിഷൻസ് കുറച്ചെങ്കിലും നമുക്ക് നോക്കാം കേട്ടോ. അപ്പൊ അത് ടൈം കിട്ടുന്നതിനനുസരിച്ച് അതിന് മുമ്പായിട്ട് നമുക്ക് ഈ പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യാനുണ്ടല്ലോ. അപ്പൊ അതിനനുസരിച്ച് ചെയ്യാം കേട്ടോ. ഓക്കെ, ശരി. അപ്പൊ നെക്സ്റ്റ് ഭാഗത്തേക്ക് പോവാണ്. നെക്സ്റ്റ് എക്യുപ്മെന്റുമായി ബന്ധപ്പെട്ട് പഠിക്കാൻ പോവാണ്. നെക്സ്റ്റ് എക്യുപ്മെന്റ് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള എക്യുപ്മെന്റ് ആണ് ട്രോളി. കണ്ടിട്ടുണ്ടോ ട്രോളീസ്? ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ട്രോളീസ് കണ്ടിട്ടില്ലേ? ഒരുപാട് ടൈപ്പ് ഓഫ് ട്രോളീസ് കണ്ടിട്ടുണ്ടാവും അല്ലെ? എല്ലാം ഒരേ ടൈപ്പ് ആണോ? ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന ട്രോളി എല്ലാം ഒരേ ടൈപ്പിലുള്ള ട്രോളീസ് ആണോ? അല്ല അല്ലെ? പല ടൈപ്പിലുള്ള ട്രോളീസ് ഉണ്ട് കേട്ടോ. പല ടൈപ്പില് പല പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ട്രോളീസ് ഉണ്ട്. ഇപ്പൊ പല ഉപകരണങ്ങളും മറ്റ് സാധനങ്ങളും ഒക്കെ കൊണ്ടുവരുന്നുണ്ട്. ഒരേ മോഡലിലുള്ളതല്ല, പല മോഡലിലുള്ള പല ടൈപ്പ് ഓഫ് ട്രോളീസ് ഹോസ്പിറ്റലിൽ അവൈലബിൾ ആണ്. ഇനി ട്രോളിയുടെ ഉദ്ദേശം എന്താ? എന്തിനു വേണ്ടിയാ നമ്മൾ ട്രോളീസ് യൂസ് ചെയ്യുന്നത്? എന്തിനു വേണ്ടിയാ? എന്തിനു വേണ്ടിയാ ട്രോളി യൂസ് ചെയ്യുന്നത്? ഇതിനു വേണ്ടിയാണ്. എന്താണ് വേണ്ട? എക്യുപ്മെന്റ്സ് കൊണ്ടുപോകാൻ. എക്യുപ്മെന്റ്സ് മാത്രമല്ല, ഏതെങ്കിലും ഒരു വസ്തു അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് അല്ലെ? വളരെ സേഫ് ആയിട്ട് ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രോളീസ് യൂസ് ചെയ്യുന്നത് അല്ലെ? ആണോ? അതിപ്പോ ഈ പറഞ്ഞ പോലെ എക്യുപ്മെന്റ്സ് ആവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും എന്താണ് ചെറിയ രീതിയിലുള്ള മറ്റേപ്പോ നഴ്സിംഗുമായി ബന്ധപ്പെട്ട മെഡിസിൻസ് ആവാം, എക്യുപ്മെന്റുകളാവാം, മറ്റ് എന്തെങ്കിലും എന്താണ് ആക്സസറീസോ കാര്യങ്ങളോ ഒക്കെ ആവാം. അപ്പൊ അത് ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് സേഫ് ആയിട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ട്രോളീസ് യൂസ് ചെയ്യുന്നത്. അപ്പൊ പലതരത്തിലുള്ള ട്രോളീസ് നമ്മുടെ ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ അതിന്റെ കുറച്ച് പേരുകളും ഇവിടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ നോക്കിയേ, ട്രോളി ദ ഒബ്ജക്റ്റീവ് ഓഫ്, അതെ എളുപ്പമാണ്. ഈസി ടു ഡിസ്ട്രിബ്യൂട്ട് എക്യുപ്മെന്റ്സ്, മെഡിസിൻസ് ഒക്കെ വളരെ എളുപ്പത്തിൽ നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പൊ യാതൊരുവിധ റിസ്കോ കാര്യങ്ങളോ ഇല്ലാതെ തന്നെ, ഒരു അപകട സാധ്യതകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ നമ്മൾ പൊക്കിക്കൊണ്ടുപോകുക അല്ലെങ്കിൽ എടുത്തുകൊണ്ട് പോകുന്നതിന്റെ ഒക്കെ ആ ഒരു എഫക്റ്റും ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ട്രോളീസ് കൊണ്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ നോക്കിയേ, ദ ഒബ്ജക്റ്റീവ് ഓഫ് യൂസിങ് ട്രോളീസ് ഇൻ ഹോസ്പിറ്റൽസ് ഈസ് ടു ഹെൽപ് ടു മൂവ് തിങ്സ് ഫ്രം
one place to another place without any risk. എന്താ ഇവിടെ ആ ഒരു ട്രോളി, അതായത് ഹോസ്പിറ്റലില് ട്രോളീസ് ഉപയോഗിക്കുന്നതിന്റെ പ്രധാന ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? ഈസ് ടു ഹെൽപ് ടു മൂവ് തിങ്സ് ഫ്രം വൺ പ്ലേസ് ടു അനദർ വിത്തൗട്ട് എനി റിസ്ക്. യാതൊരുവിധ അപകട സാധ്യതകളും ഇല്ലാതെ തന്നെ ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു വസ്തു ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് വളരെ സേഫ് ആയിട്ട് ഈസി ആയിട്ട് കൊണ്ടുപോകാനായിട്ട് സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഹോസ്പിറ്റലിൽ ട്രോളി യൂസ് ചെയ്യുന്നതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇനി ഹോസ്പിറ്റൽ ട്രോളീസ് ആർ ക്രാഷ് കാർ ട്രോളി, മെഡിസിൻ ട്രോളി, SS ഡ്രസ്സിംഗ് ട്രോളി ആൻഡ് ഇൻസ്ട്രുമെന്റ് ട്രോളി. അപ്പൊ ഹോസ്പിറ്റൽ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട കുറച്ച് ടൈപ്പ് ഓഫ് ട്രോളീസ് ആണ് താഴെ പറഞ്ഞിരിക്കുന്നത്. ക്രാഷ് കാർട്ട് ട്രോളി എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഇനി ഇതിലൊരു എക്യുപ്മെന്റ് ആയിട്ട് തന്നെ പഠിക്കാനുണ്ട് കേട്ടോ. അപ്പൊ ക്രാഷ് കാർട്ട് ട്രോളി എന്ന് പറഞ്ഞാല് ഇത്രേ ഉള്ളൂ. ഇപ്പൊ ലൈഫ് സേവിംഗ് ആയിട്ടുള്ള മെഡിസിൻസും എക്യുപ്മെന്റ്സും ഇപ്പൊ ഒരു പെട്ടെന്നൊരു കാർഡിയാക് അറസ്റ്റോ കാര്യങ്ങളോ വന്നാൽ അത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് ലൈഫ് സേവിംഗ് ആയിട്ടുള്ള മെഡിസിൻസും എക്യുപ്മെന്റ്സും ഒക്കെ കൊണ്ടുപോകാനും ആ ഇടത്തേക്ക് എത്തിക്കാനും വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ട്രോളിയാണ് ക്രാഷ് കാർ ട്രോളി. അപ്പൊ എപ്പോഴും ഹോസ്പിറ്റലിൽ ഇത്തരം ട്രോളീസ് ഒക്കെ സെറ്റ് ആയിരിക്കും. അപ്പൊ ഒരു പെട്ടെന്നൊരു സിറ്റുവേഷൻ വന്നാൽ അവിടേക്ക് അതുമായി ബന്ധപ്പെട്ട സാധനങ്ങളും എക്യുപ്മെന്റുകളും എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതെപ്പോഴും സെറ്റ് ആയിട്ടായിരിക്കും ഇരിക്കുക. അപ്പൊ അതിനുവേണ്ടി അതാണ് ക്രാഷ് കാർ ട്രോളി. അതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ ക്രാഷ് കാർ ട്രോളി നമ്മൾ ഒരു സെപ്പറേറ്റ് എക്യുപ്മെന്റ് ആയിട്ട് ഇതിൽ പഠിക്കുന്നുണ്ട് കേട്ടോ. ഇനി മെഡിസിൻ ട്രോളി എന്ന് പറയുമ്പോൾ ആ പേരിൽ നിന്ന് തന്നെ അറിയാലോ എന്തായിരിക്കും. മെഡിസിൻസ് കൊണ്ടുപോകാനായിട്ടും വിതരണം ചെയ്യാനായിട്ടും സഹായിക്കുന്നതാണ് മെഡിസിൻ ട്രോളി. SS ഡ്രസ്സിംഗ് ട്രോളി എന്ന് പറഞ്ഞാൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ ആണ് കേട്ടോ. സ്റ്റെയിൻലെസ് സ്റ്റീൽ ഡ്രസ്സിംഗ് ട്രോളീസ് ആണ്. ഡ്രസ്സിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുപോകുന്നതില്ലേ നഴ്സസ് ഒക്കെ കൊണ്ടുപോകുന്ന ട്രോളിയാണ്. ദെൻ ഇൻസ്ട്രുമെന്റ്സ് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ഇൻസ്ട്രുമെന്റ് ട്രോളീസ് ഉണ്ട്. അപ്പൊ ഓരോന്നിനും ഓരോന്നിന്റേതായ പർപ്പസുകളുണ്ട് കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് വ്യത്യസ്തമായിട്ടുള്ള ട്രോളീസും ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരു ഹോസ്പിറ്റലിൽ ട്രോളി യൂസ് ചെയ്യുന്നതിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ഇൻ ഹോസ്പിറ്റൽ ഈസ് ടു ഹെൽപ് ടു move things from one place to another. അല്ലെ എന്തെങ്കിലും സാധനങ്ങൾ അല്ലെങ്കിൽ വസ്തുക്കള് ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കാനായിട്ട് നമ്മൾ ട്രോളീസ് ഉപയോഗിക്കുന്നു. വളരെ സുരക്ഷിതമായിട്ടും എളുപ്പത്തിലും ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് വസ്തുക്കൾ എത്തിക്കാനായിട്ട് നമുക്ക് ട്രോളീസ് ഉപയോഗിക്കാം. ഹോസ്പിറ്റലിലെ വ്യത്യസ്ത തരത്തിലുള്ള ട്രോളീസ് ആണ് ക്രാഷ് കാർ ട്രോളി, മെഡിസിൻ ട്രോളി, SS അല്ലെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഡ്രസ്സിംഗ് ട്രോളി ആൻഡ് ഇൻസ്ട്രുമെന്റ് ട്രോളീസ് മുതലായവ. അതിൽ ക്രാഷ് കാർ ട്രോളി എന്ന് പറയുന്നത് എമർജൻസി പർപ്പസുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ലൈഫ് സേവിംഗ് ആയിട്ടുള്ള എക്യുപ്മെന്റുകൾ, മെഡിസിൻസ് മുതലായവ ഒരു കാർഡിയാക് അറസ്റ്റ് പോലെയുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ഒരു ലൈഫ് സേവിംഗ് കണ്ടീഷൻസിന് വേണ്ടി സേവിംഗ് കണ്ടീഷന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ സെറ്റ് ചെയ്തിട്ടുള്ളതാണ് ക്രാഷ് കാർ ട്രോളി. മെഡിസിൻ ട്രോളി മെഡിസിൻസ് ക്യാരി ചെയ്ത് കൊണ്ടുപോകാനാണ്. SS ഡ്രസ്സിംഗ് ട്രോളി എന്ന് പറഞ്ഞാൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഡ്രസ്സിംഗ് ട്രോളികൾ നഴ്സസ് ഡ്രസ്സിംഗുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എക്യുപ്മെന്റ്സും ആക്സസറീസും വെക്കുന്നതിന് വേണ്ടി കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാണ്. ഇൻസ്ട്രുമെന്റ് ട്രോളീസ് അതിൻ്റെതായ ഇൻസ്ട്രുമെന്റ്സും കാര്യങ്ങളും ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള ട്രോളിയാണ്. വേഗം ഒന്ന് വായിച്ചു നോക്കി ട്രോളീസ്. വായിച്ച് ചെയ്യുമ്പോൾ റിപ്ലൈ ചെയ്യണം കേട്ടോ. ഓക്കെ, വായിച്ചു കഴിഞ്ഞു. ഇവിടെ നിന്നും 2 ക്വസ്റ്റ്യൻസേ വരുള്ളൂ. ഒന്നാമത്തത് ട്രോളിയുടെ പിക്ചർ കാണിച്ചിട്ട് ഇത് എന്താ ഉപകരണമാണെന്ന് ചോദിക്കാം. രണ്ടാമത്തത് ഈ ട്രോളിയുടെ ട്രോളി ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യുന്നതിന്റെ പ്രധാന ഒബ്ജക്റ്റീവ് എന്താണെന്ന് ചോദിക്കാം. അല്ലെങ്കിൽ നേരെ തിരിച്ച് ഇതാ ഇന്ന എക്യുപ്മെന്റ് ഹോസ്പിറ്റലിൽ ഇന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ് ഏതാണ് എന്ന രീതിയിൽ ചോദിക്കാം. അതാണ് സാധാരണയായിട്ട് ഇവിടെ നിന്ന് വരാനുള്ളത് കേട്ടോ. ഇനി ബാക്കി ഇന്നത്തെ ക്രാഷ് കാർ ട്രോളിയൊക്കെ നമ്മൾ സെപ്പറേറ്റ് പഠിക്കുന്നതുകൊണ്ട് തന്നെ ഈ 2 ക്വസ്റ്റ്യൻസ് ആണ് സാധാരണ ഈ ഒരു ഭാഗത്ത് ഉണ്ടാവുന്നത് കേട്ടോ. ഇനി അടുത്തത് വീൽ ചെയർ ആണ്. വീൽ ചെയർ കണ്ടിട്ടില്ലേ? കാണാത്തവരുണ്ടോ?
വീൽ ചെയറും ഇതൊക്കെ നമുക്ക് പരിചയമുള്ള ഉപകരണങ്ങളാണ് അല്ലെ. വീൽ ചെയർ എന്ന് പറഞ്ഞാൽ എന്താ? വീൽഡ് മൊബിലിറ്റി ഇൻസ്ട്രുമെന്റ് ആണ് അല്ലെ. വീലുകളിൽ സെറ്റ് ചെയ്തിട്ട് നമുക്ക് മൂവ് ചെയ്ത് വീലുകളുടെ സഹായത്തോടു കൂടി മൂവ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഉപകരണങ്ങളാണ് ഉപകരണമാണ് ഒരു വീൽ ചെയർ എന്ന് പറയും അല്ലെ, ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. ഇനി വീൽ ചെയറിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ബൈ ഹാൻഡ് നമ്മുടെ ഹാൻഡ് കൊണ്ട് തന്നെ വീൽസ് ടേൺ ചെയ്ത് മൂവ് ചെയ്യാൻ പറ്റും. കണ്ടിട്ടില്ലേ ആളുകൾ വീൽ ചെയർസ് യൂസ് ചെയ്യുന്നത്? ഹാൻഡ് വെച്ചിട്ട് നമ്മുടെ സ്വന്തം കൈകൾ ഉപയോഗിച്ച് തന്നെ അവർക്ക് വീൽസ് മൂവ് ചെയ്ത് ടേൺ ചെയ്ത് കറക്കിക്കൊണ്ട് മൂവ് ചെയ്ത് പോകാൻ പറ്റും. അങ്ങനെ വീൽ ചെയറിൽ പോകുന്നവരുണ്ട്. അതല്ലെങ്കിൽ ഇപ്പൊ ഓട്ടോമേറ്റഡ് സിസ്റ്റംസ് ഉണ്ട്. കണ്ടിട്ടില്ലേ? ഇപ്പൊ നേരിട്ട് കണ്ടിട്ടില്ലേ? ഫിലിംസിലൊക്കെ കണ്ടിട്ടില്ലേ റിമോട്ടിൽ വർക്ക് ചെയ്യുന്നത്? പൊന്താനും താഴ്ത്താനും അല്ലെങ്കിൽ ഇപ്പൊ സ്റ്റെപ്പുകൾ കയറാനും ഒക്കെ പറ്റുന്ന രീതിയിൽ അപ്പൊ അങ്ങനെയുള്ള ഓട്ടോമേറ്റഡ് സിസ്റ്റംസ് ഉള്ള വീൽ ചെയറുകളും ലഭ്യമാണ്. ഇനി വീൽ ചെയർ ആസ് യൂസ്ഡ് ഫോർ പീപ്പിൾ ഹു ഫീൽ വാക്കിംഗ് ഡിഫിക്കൽട്ട് അല്ലെ. എങ്ങനെയുള്ള ആളുകൾക്കാണ് വീൽ ചെയർ ആവശ്യമായി വരുന്നത്? എങ്ങനെയുള്ള ആളുകൾക്കാ വീൽ ചെയർ ആവശ്യമായി വരുന്നേ? എന്താണ് ഒരു റിപ്ലൈ ഇല്ലാത്തേ? എങ്ങനെയുള്ള ആളുകൾക്കാണ്? കാലിന് പരിക്കുകൾ പറ്റിയവർ അല്ലെങ്കിൽ നടക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് അല്ലെ. കോമൺ ആയിട്ട് നമുക്ക് അങ്ങനെ പറയാം. വാക്കിംഗ് ഡിഫിക്കൽട്ടി ഉള്ള അല്ലെ, നടക്കാൻ ബുദ്ധിമുട്ടുള്ള പറ്റാത്ത ആളുകൾക്കൊക്കെയാണ് നമുക്ക് വീൽ ചെയർ ആവശ്യമായിട്ട് വരുന്നത്. കാരണം അവർക്കിപ്പോ ചിലപ്പോൾ അതെന്തെങ്കിലും പരിക്കുകൾ പറഞ്ഞ പോലെ എന്തെങ്കിലും ഇഞ്ചുറിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വൈകല്യവുമായി ബന്ധപ്പെട്ട് അല്ലെ, കുറെ പേരുകൾ വൈകല്യവുമായി ബന്ധപ്പെട്ട് അവരുടെ ഡിസബിലിറ്റിയുമായി ബന്ധപ്പെട്ട് വീൽ ചെയർസ് യൂസ് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും ഇഞ്ചുറീസ് പരിക്കുകൾ പറ്റിയപ്പോ ശാരീരികമായിട്ടോ മറ്റു രീതിയിലുള്ള എന്തെങ്കിലും പരിക്കുകളോ കാര്യങ്ങളോ പറ്റിയിട്ടുള്ള ആളുകൾക്കൊക്കെ അപ്പൊ അവർക്ക് നടക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത്തരം സിറ്റുവേഷനിൽ അവർക്ക് ആ ഒരു മൂവ് ചെയ്ത് പോകുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ട് വർക്ക് പോകണമെങ്കിൽ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ഒരു സ്ഥലത്തേക്ക് മൂവ് ചെയ്ത് പോകണമെങ്കിലും ഒക്കെ അതിന് വേണ്ടിയിട്ട് നമ്മൾ വീൽ ചെയർസ് ആണ് കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. അപ്പോ വീൽ ചെയർ എന്ന് പറഞ്ഞാൽ ഇസ് എ വീൽഡ് മൊബിലിറ്റി ഇൻസ്ട്രുമെന്റ്സ്. എന്താ? വീലുകൾ വെച്ച് സെറ്റ് ചെയ്തിട്ടുള്ള മൂവബിൾ ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണ് എന്താണ് വീൽ ചെയർ എന്ന് പറയുന്നത്. The instrument is moved manually by turning the wheels by hand. ഇപ്പൊ നമുക്ക് ഇൻസ്ട്രുമെന്റ് മാനുവലി നമുക്ക് മൂവ് ചെയ്യിപ്പിക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ അതിന്റെ വീൽസ് കറക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഹാൻഡ് വെച്ച് നമ്മൾ അതിന്റെ വീൽസ് കറക്കി ടേൺ ചെയ്തിട്ട് നമുക്ക് മാനുവലി ഈ ഒരു വീൽ ചെയർ മൂവ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അല്ല എങ്കിൽ ഓട്ടോമേറ്റഡ് സിസ്റ്റംസ്, ഓട്ടോമാറ്റിക് ആയിട്ടുള്ള റിമോട്ട് കൺട്രോൾ പോലെയുള്ള സംവിധാനങ്ങളുടെ സഹായത്തോടു കൂടിയ വീൽ ചെയർസ് മൂവ് ചെയ്യിക്കാനായിട്ട് സാധിക്കും. Then wheelchairs are used for people who feel walking is difficult or impossible because of illness, physiological or physical injury or disability. അവരുടെ ശാരീരികമായിട്ടുള്ള എന്തെങ്കിലും പരിക്കുകൾ വഴിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസബിലിറ്റി വൈകല്യങ്ങളോ ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ സാധ്യമല്ല അവർക്ക് നടക്കാനായിട്ട് ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ സാധ്യമാവുന്ന അല്ലെങ്കിൽ വാക്കിംഗ് ബുദ്ധിമുട്ടാണ് നടക്കാനുള്ളത് ഒരു ബുദ്ധിമുട്ടായിട്ടോ അല്ലെങ്കിൽ നടക്കാൻ സാധിക്കുകയില്ല എന്നുള്ള ആളുകൾക്ക് അതിന് വേണ്ടിയിട്ട് നമുക്ക് വീൽ ചെയർസ് യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പൊ ഇവിടെ നിന്ന് 3 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഒന്നാമത്തത് ആ പിക്ചർ നോക്കിയിട്ട് അത് ഐഡന്റിഫൈ ചെയ്യാൻ ചോദിക്കും. അതുപോലെ തന്നെ ഡാഷ് ഇസ് എ വീൽഡ് മൊബിലിറ്റി ഇൻസ്ട്രുമെന്റ് എന്ന് ചോദിക്കും. വീൽ ചെയറിന്റെ പേരുണ്ടാവും അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒക്കെ ഇൻസ്ട്രുമെന്റ്സിന്റെ പേരിൽ ഇതിന് വീലിന്റെ മൊബിലിറ്റി ഇൻസ്ട്രുമെന്റ് ഏതാണ് എന്ന് കണ്ടെത്താൻ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് വീൽ ചെയർ ചൂസ് ചെയ്യേണ്ടത് ആൻസർ വരുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻ വരാറുണ്ട്. പിക്ചേഴ്സ് ഈ ഒരു പിക്ചർ കാണിച്ചിട്ട് അത് ഐഡന്റിഫൈ ചെയ്യാൻ വരാറുണ്ട്. മൂന്നാമത്തത് വീലിന്റെ അതായത് വാക്കിങ്ങിന് ബുദ്ധിമുട്ടുള്ള ഇപ്പൊ ഇഞ്ചുറിയോ ഡിസബിലിറ്റിയോ കാര്യങ്ങളോ പറ്റിയ ആളുകൾക്ക് വാക്കിംഗ് ഡിഫിക്കൽട്ട് ആണ് ഇമ്പോസിബിൾ ആണെങ്കിൽ അവർക്ക് ഏത് ടൈപ്പ് ഓഫ് ഇതിൽ താഴെ കാണുന്ന ഏത് തരത്തിലുള്ള ഇൻസ്ട്രുമെന്റ് ആണ് യൂസ് ചെയ്യാൻ പറ്റുന്നത് എന്ന് ചോദിക്കാം. അപ്പൊ അതിൽ കൺഫ്യൂഷൻ വരാത്ത രീതിയിലുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. അല്ലാതെ ഒരുപാട് ഇപ്പോ എല്ലാ രീതിയിലും ഇപ്പൊ നമുക്കറിയാം ഇപ്പൊ വാക്കിംഗ് ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് സ്ട്രക്ചർ യൂസ് ചെയ്ത് പോകാറുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ കൺഫ്യൂസ്ഡ് ആവുന്ന രീതിയിലുള്ള ഓപ്ഷൻസ് ഉണ്ടാവില്ല. പക്ഷെ നിങ്ങൾക്ക് വീൽ ചെയർ ആണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അതിനനുസരിച്ചുള്ള ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ എളുപ്പമായിരിക്കും കേട്ടോ. അല്ലാതെ അങ്ങനെ ഒരുപാട് അങ്ങനെ കൺഫ്യൂസ്ഡ് ആവാറൊന്നുമില്ല. അപ്പൊ മറ്റുള്ള ഉപകരണങ്ങളുടെ ഇടയിൽ നിന്നും ഈ ഒരു വീൽ ചെയർ ആണ് അതിന് യൂസ് ചെയ്യുന്നത് എന്ന് കണ്ടെത്താനായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പൊ അങ്ങനെയുള്ള ഒരു 3 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു വീൽ ചെയർ എന്ന് പറയുന്ന ഭാഗത്തുനിന്ന് ഉണ്ടാവും.
ഓക്കെ, അപ്പൊ വീൽ ചെയർ ഒരു വീടിന്റെ മൊബിലിറ്റി ഇൻസ്ട്രുമെന്റ് ആണ്. ഇൻസ്ട്രുമെന്റ് മൂവ് മാനുവലി, നമുക്ക് മാനുവലി അത് മൂവ് ചെയ്യിക്കാം. അതിന് വേണ്ടി വീൽസ് നമ്മുടെ ഹാൻഡ് കൊണ്ട് കറക്കിയിട്ട് നമുക്ക് മാനുവലി അത് മൂവ് ചെയ്യിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള റിമോട്ട് സംവിധാനങ്ങളിലൂടെയും അത് പ്രവർത്തിപ്പിക്കാൻ പറ്റും. അപ്പൊ വീൽ ചെയർസ് എപ്പോഴും എന്തെങ്കിലും ഡിസബിലിറ്റിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഞ്ചുറിയുടെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും രോഗാവസ്ഥയുടെ ഭാഗമായിട്ടോ മൂവ്മെന്റ് സാധ്യമാവാത്തവര് അല്ലെങ്കിൽ മൂവ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നടക്കാനായിട്ട് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നവരൊക്കെ യൂസ് ചെയ്യുന്നതാണ് വീൽ ചെയറുകൾ. വേഗം ഒന്ന് വായിച്ചു നോക്കിയ വീൽ ചെയർ വായിച്ചിട്ടൊന്ന് റിപ്ലൈ ചെയ്യാം കേട്ടോ. വായിച്ചു കഴിഞ്ഞോ? ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ശരി. നെക്സ്റ്റ്, സ്ട്രക്ചേഴ്സ്. Stretcher is an instrument used for carrying patient who need medical care. Stretcher എപ്പോഴും ആർക്കാണ് യൂസ് ചെയ്യുക? സാധാരണയായിട്ട് ആർക്കാ യൂസ് ചെയ്യാം? സ്ട്രെച്ചർ എങ്ങനെയുള്ള പേഷ്യൻസിനായി യൂസ് ചെയ്യാം? എമർജൻസി സിറ്റുവേഷനിൽ എമർജൻസി കെയർ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് സ്ട്രക്ചേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ വേറെ എന്തെങ്കിലും ആവശ്യമുണ്ടോ? വൈദ്യപരിചരണം ആവശ്യമുള്ള, നടന്നു പോവാൻ പറ്റാത്തവര്, അല്ലെങ്കിൽ എന്താണ് കിടപ്പ് രോഗികളായിട്ടുള്ള ആളുകള്, അങ്ങനെയുള്ള എല്ലാവർക്കും നമ്മൾ സ്ട്രെച്ചേഴ്സ് ആയി യൂസ് ചെയ്യുന്നത് അല്ലെ. ഇപ്പൊ ഒരു ആംബുലൻസിൽ കൊണ്ടുപോകണം, അല്ലെങ്കിൽ അവർക്ക് ഒരു വൈദ്യപരിചരണത്തിന് വേണ്ടി അവരെ ഡോക്ടറുടെ കൺസൾട്ടേഷൻ റൂമിലേക്ക് എത്തിക്കണം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രൊസീജിയർ റൂമിലേക്ക് എത്തിക്കണമെങ്കിലൊക്കെ നമ്മൾ സ്ട്രക്ചർ ആണ് യൂസ് ചെയ്യുക. അപ്പൊ അതൊരു എമർജൻസി മെഡിക്കൽ സർവീസിന് വേണ്ടി മാത്രമല്ല, അല്ലാതെ മെഡിക്കൽ കെയറിന് ആവശ്യമായിട്ടുള്ള, മെഡിക്കൽ പരിചരണം ആവശ്യമായിട്ടുള്ള ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്ന പേഷ്യൻസിനൊക്കെ നമ്മൾ സ്ട്രക്ചർ എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റ് ആണ് സാധാരണ യൂസ് ചെയ്യാറ്. അപ്പൊ അത്ര ബുദ്ധിമുട്ടില്ല, കാലുമായി ബന്ധപ്പെട്ട് നടക്കാൻ മാത്രം ബുദ്ധിമുട്ടുള്ളെങ്കിൽ നമ്മൾ വീൽ ചെയർ ആയിരിക്കും പ്രിഫർ ചെയ്യുക. നടക്കാനും അല്ലാത്ത രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും ശാരീരികമായിട്ടുള്ള മറ്റു ബുദ്ധിമുട്ടുകളും ഉണ്ടെങ്കിൽ നമ്മൾ സ്ട്രക്ചറിലായിരിക്കും നമ്മൾ കൊണ്ടുപോവുക. അപ്പൊ ഇവിടെ സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ മെഡിക്കൽ കെയറിന് വേണ്ടിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ ആംബുലൻസുമായി ബന്ധപ്പെട്ട് ഇതുപോലെ തന്നെ സ്ട്രക്ചേഴ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യാറ്. സ്ട്രക്ചേഴ്സിലായിട്ടാണ് പേഷ്യൻസിനെ ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്നത്. ആ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്കും മറ്റിടങ്ങളിലേക്കും ആ ഒരു ആംബുലൻസിൽ നിന്ന് പേഷ്യൻസിനെ എന്ത് ചെയ്യുന്നത്, അൺലോഡ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഇതിൽ പറയുന്നുണ്ട് അക്യൂട്ട് ഔട്ട് ഓഫ് ഹോസ്പിറ്റൽ കെയർ സിറ്റുവേഷൻ ബൈ എമർജൻസി മെഡിക്കൽ സർവീസസ്. ഒരു എമർജൻസി വൈദ്യ സർവീസുകൾ അല്ലെങ്കിൽ സേവനത്തിന്റെ ഭാഗമായിട്ട് ഹോസ്പിറ്റലിന് പുറമെ ഒരു സിറ്റുവേഷനിൽ വെച്ച് പേഷ്യൻസിന് എന്തെങ്കിലും ഒരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള മെഡിക്കൽ ട്രീറ്റ്മെന്റോ കാര്യങ്ങളോ വേണം എന്നുണ്ടെങ്കിൽ അപ്പൊ അതൊക്കെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ പേഷ്യൻസിന് ചിലപ്പോൾ എന്തെങ്കിലും ഒരു സിവിയർ ആയിട്ടുള്ള, പെട്ടെന്ന് അല്ലെങ്കിൽ സിവിയർ ആയിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂ കാര്യങ്ങളോ ഒരു ഹോസ്പിറ്റൽ സെറ്റിംഗിൽ പുറത്ത് വെച്ച് നടന്നു കഴിഞ്ഞാലും അത്തരത്തിലുള്ള പേഷ്യൻസിനേക്ക് നമുക്ക് ഉടനെ നമ്മുടെ ഈ ഒരു എമർജൻസി മെഡിക്കൽ സർവീസുകൾ കൊടുക്കുന്നതിന് വേണ്ടി ആംബുലൻസിലേക്ക് കയറ്റാനും അല്ലെങ്കിൽ തൊട്ടടുത്ത ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാനും ഒക്കെ വേണ്ടിയിട്ട് ഈ സ്ട്രക്ചറിന്റെ സഹായമാണ് നമ്മൾ എന്ത് ചെയ്യുക, ആവശ്യപ്പെടുന്നതും അല്ലെങ്കിൽ ചെയ്യുന്നതും. അപ്പോ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഈസ് ആൻ ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ഫോർ ക്യാരിയിങ് പേഷ്യന്റ് who need medical care. വൈദ്യപരിചരണം ആവശ്യമായിട്ടുള്ള പേഷ്യൻസിനെ ക്യാരി ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് സ്ട്രക്ചർ. ആ സ്ട്രക്ചേഴ്സ് ആർ മെയിൻലി യൂസ്ഡ് ഇൻ അക്യൂട്ട് ഔട്ട് ഓഫ് ഹോസ്പിറ്റൽ കെയർ സിറ്റുവേഷൻ ബൈ എമർജൻസി മെഡിക്കൽ സർവീസസ്. ഏറ്റവും കൂടുതലായിട്ട് സ്ട്രക്ചേഴ്സ് യൂസ് ചെയ്യുന്നത് ഒരു എമർജൻസി മെഡിക്കൽ സർവീസുകൾക്ക് വേണ്ടിയിട്ടാണ് അല്ലെ. അത് ഏറ്റവും കൂടുതൽ എമർജൻസി മെഡിക്കൽ സർവീസുകൾക്ക് വേണ്ടിയിട്ടാണ് സ്ട്രക്ചേഴ്സ് യൂസ് ചെയ്യുക. പ്രത്യേകിച്ച് ഇപ്പൊ ഇത്തരത്തിലെ ഒരു ഹോസ്പിറ്റൽ സെറ്റിംഗ്സിനുള്ളിൽ വെച്ചിട്ടല്ല, പുറമേ വെച്ചിട്ട് ഔട്ട് ഓഫ് ഹോസ്പിറ്റൽ കെയറിലാണ് വെച്ചിട്ട് അവർക്ക് എന്തെങ്കിലും സഡൻ ആയിട്ടുള്ള മെഡിക്കൽ കെയറോ അല്ലെങ്കിൽ അവരുടെ ഹെൽത്ത് ഇഷ്യൂസോ കാര്യങ്ങളോ വന്നാൽ അവർക്ക് ആവശ്യമായിട്ടുള്ള മെഡിക്കൽ കെയർ അല്ലെങ്കിൽ ഒരു ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതിന് വേണ്ടി ആ പേഷ്യൻസിനെ കൊണ്ടുപോകാനും അല്ലെങ്കിൽ അവരെ അവിടെ നിന്ന് ആ ഒരു പ്ലേസിൽ നിന്ന് മാറ്റാനും തൊട്ടടുത്ത ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാനും ഒക്കെ വേണ്ടിയിട്ട് ഈ ഒരു സ്ട്രക്ചേഴ്സ് കൂടുതലായിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഏറ്റവും കൂടുതൽ എമർജൻസി മെഡിക്കൽ സർവീസുകൾക്ക് വേണ്ടിയിട്ടാണ് സ്ട്രക്ചേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പേഷ്യൻസിന് മെഡിക്കൽ കെയർ ആവശ്യമായ അത്തരം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന പേഷ്യൻസിലേക്ക് ക്യാരി ചെയ്ത് കൊണ്ടുപോകാനായിട്ട് നമ്മൾ സ്ട്രക്ചേഴ്സ് ആണ് യൂസ് ചെയ്യുക. വായിച്ചു നോക്കിയ സ്ട്രക്ചർ
വായിച്ചേക്കുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ നിന്നും ഇതുപോലെ തന്നെ 3 ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഒന്നാമത്തത് സ്ട്രക്ചറിന്റെ പിക്ചർ കാണിച്ചിട്ട് ഇത് ഏത് ഐഡന്റിഫൈ ചെയ്യാൻ ചോദിക്കാം. അല്ലെങ്കിൽ പേഷ്യൻസിനെ മെഡിക്കൽ കെയറിന് വേണ്ടിയിട്ട് ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്നതിന് വേണ്ടി നമുക്ക് ഈ ഉപകരണം യൂസ് ചെയ്യാവുന്ന ഉപകരണം ഏതാണെന്ന് ചോദിക്കാം. അതുപോലെ തന്നെ പ്രധാനമായിട്ടും സ്ട്രക്ചേഴ്സിൽ മെയിൻലി യൂസ് ചെയ്യുന്ന സിറ്റുവേഷൻ ഏതാണ് എന്നും ചോദിക്കാം കേട്ടോ. ആ 3 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ഇവിടെ നിന്ന് ആകെ വരുള്ളൂ. അടുത്തത് സക്ഷനിങ് മെഷീൻ. കണ്ടിട്ടുണ്ടോ ഈ ഒരു മെഷീൻ? കണ്ടിട്ടുണ്ടോ? എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നേ? സക്ഷനിങ് മെഷീൻ. ആ പേരിൽ നിന്ന് തന്നെ മനസ്സിലാവും. സക്ഷനിങ് മെഷീൻ എന്ന് പറഞ്ഞാൽ അത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും? എന്താണ് ഒരു റിപ്ലൈ ഇല്ലാതെ? എന്താണ്? അറിയില്ല. അതാണോ? കാണാത്തവരുണ്ടോ ഈ ഒരു മെഷീൻസ്? ചിലപ്പോ കാണാത്തവരുണ്ടോ? ഫ്ലൂയിഡ്സ് ഒക്കെ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഫ്ലൂയിഡ്സ് മാത്രമല്ല, ഇപ്പോ വലിച്ചെടുക്കാന്നുള്ളൊരു മീനിങ് തന്നെ സക്ഷനിങ് എന്നുള്ളൊരു അർത്ഥമോട് ആവുന്നത്. അപ്പൊ സക്ഷനിങ് മെഷീൻ എന്ന് പറയുമ്പോൾ ഇതൊരു മൂവബിൾ ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ് ആണ്. ഇത് നിങ്ങൾ ചിലപ്പോ മെഡിസിൻ ഫീൽഡിൽ നമ്മളെ വൈദ്യശാസ്ത്ര മേഖലയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെഷീനാണ്. ഇത് കൂടുതലും നിങ്ങൾ കൂടുതൽ കണ്ട് പരിചയം ഉണ്ടാവുക ഡെന്റൽ ഹോസ്പിറ്റലിലൊക്കെ നമ്മൾ പോവില്ലേ, പല്ലുമായി ബന്ധപ്പെട്ട പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്യാൻ പോവില്ലേ. അപ്പൊ അവരൊരു ട്യൂബ് ഇട്ടിട്ട് നമ്മുടെ വായുടെ ഉള്ളിൽ നിന്ന് വരുന്ന ആ ഒരു വാട്ടർ വെള്ള ഫ്ലൂയിഡ് വലിച്ചെടുക്കാറില്ലേ? ശ്രദ്ധിച്ചിട്ടുണ്ടോ അത്? ഇപ്പൊ പല്ലുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്യുന്ന സമയത്ത് അവർ ക്ലീൻ ചെയ്യുന്ന സമയത്തൊക്കെ കണ്ടിട്ടില്ല? ശ്രദ്ധിച്ചിട്ടില്ലേ? വായുടെ ഉള്ളിൽ വരുന്ന ആ ഒരു ഫ്ലൂയിഡ് ഒക്കെ അവർ വലിച്ചെടുത്ത് കളയും. കണ്ടിട്ടുണ്ടോ? അപ്പൊ കൂടുതലും മെഡിക്കൽ കെയർ ഫീൽഡിൽ നമ്മൾ മെഡിക്കൽ ഫീൽഡിൽ യൂസ് ചെയ്യുന്ന ഒരു മെഷീനാണ് സക്ഷനിങ് മെഷീൻ. അപ്പൊ ഒന്നാമത് ഒരു യൂസ് എന്ന് പറഞ്ഞാൽ ഈ ഡെന്റൽ ഫീൽഡിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഇത്തരത്തില് പ്രൊസീജിയേഴ്സ് ചെയ്യുന്ന സമയത്ത് അവരുടെ പേഷ്യൻസിന്റെ വായിലുള്ള ഫ്ലൂയിഡ്സ് കാര്യങ്ങളൊക്കെ വലിച്ചെടുക്കാൻ, ബ്ലഡോ ഫ്ലൂയിഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വലിച്ചു കളയാനായിട്ട് ഇത് സഹായിക്കും. അതാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾ കാണാനുള്ള ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്. അതല്ല എങ്കിൽ ഇപ്പൊ പേഷ്യൻസിന്റെ മൗത്തിലോ എയർവേയിലോ എന്തെങ്കിലും ഫോറിൻ ഒബ്ജക്ട്സ് വന്നു എന്ന് വിചാരിക്കാം. അപ്പൊ ഫോറിൻ ആയിട്ടുള്ള എന്തെങ്കിലും ഒബ്ജക്ട്സ് കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് വലിച്ചെടുക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോ കഫമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഫ്ലൂയിഡ്സോ കാര്യങ്ങളോ ഒക്കെ അവിടെ നമ്മുടെ ആ ഒരു എയർവേയിലോ നമ്മുടെ ശ്വാസകോശത്തിന്റെ ആ ഭാഗത്തോ അല്ലെങ്കിൽ നമ്മുടെ മൗത്തിലോ ഒക്കെ ഉണ്ടെങ്കിൽ അത് വലിച്ചു കളയാനും ഈ ഒരു സക്ഷനിങ് മെഷീൻ വഴി സാധിക്കുന്നുണ്ട്. അപ്പോ ഇപ്പൊ മ്യൂക്കസ് ആവാം, സലൈവയാവാം, അല്ലെങ്കിൽ ബ്ലഡോ ഫോറിൻ ബോഡീസോ അല്ലെങ്കിൽ ഇപ്പോ എന്താണ് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും എന്താണ് കഫോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ വലിച്ചെടുക്കാനും നമ്മുടെ എയർവേക്ക് ക്ലിയർ ചെയ്യാനും മൗത്തുമായി ബന്ധപ്പെട്ട മൗത്തിൽ നിന്നും അതെന്തെങ്കിലും ഫോറിൻ പാർട്ടീസ് എന്താണ് കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ അത് വലിച്ചു കളയാനൊക്കെ സഹായിക്കുന്നതിന് വേണ്ടി മൂവ് ചെയ്ത് കൊണ്ടുപോകുന്നത്. നമുക്ക് എവിടെ വേണമെങ്കിലും ഏത് റൂമിലേക്കും മൂവ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റിയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് കൂടിയാണ് സക്ഷനിങ് മെഷീൻ എന്ന് പറയുന്നത്. അപ്പൊ സക്ഷനിങ് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇത് ചോദിക്കാറുണ്ട്, എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കാണാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. Suctioning machine is a movable instrument used in the field of medicine for sucking fluids from a patient's airway and mouth. Patients in the airway നിന്നും മൗത്തിൽ നിന്നും ഫ്ലൂയിഡ്സ് സക്ക് ചെയ്ത്, ഫ്ലൂയിഡ്സ് മാത്രമല്ല ഈ പറയുന്ന ഫോറിൻ പാർട്ടിക്കിൾസോ കാര്യങ്ങളുണ്ടെങ്കിൽ അതും സക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. മെഡിസിൻ ഫീൽഡിൽ സക്ക് ചെയ്തെടുക്കുന്നതിന് വേണ്ടി നമ്മുടെ ഫീൽഡ് ഓഫ് മെഡിസിൻ മേഖലയില് യൂസ് ചെയ്യുന്ന മൂവബിൾ ആയിട്ടുള്ള നമുക്ക് മൂവ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് സക്ഷനിങ് മെഷീൻ എന്ന് പറയുന്നത്. ഇവിടെ 2 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരുള്ളൂ. ഒന്നാമത്തേത് ആ പിക്ചർ തന്നിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ ചോദിക്കാം. അല്ല എങ്കിൽ ആ സക്ഷനിങ് മെഷീന്റെ ഫംഗ്ഷൻ എന്താണെന്നുള്ളത്. Dash is a movable instrument used in the field of medicine for sucking fluids from a patient's airway and mouth. പേഷ്യൻസിന്റെ എയർവേയിൽ നിന്നും മൗത്തിൽ നിന്നും ഫ്ലൂയിഡ്സ് മുതലായവ സക്ക് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് മെഡിസിൻ ഫീൽഡില് യൂസ് ചെയ്യുന്ന മൂവബിൾ ഇൻസ്ട്രുമെന്റ് ഏതാണ് എന്ന് ചോദിച്ചാലും അതിനുള്ള ആൻസർ സക്ഷനിങ് മെഷീൻ ആണെന്ന് അറിഞ്ഞിരിക്കണം. ഈ 2 രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആണ് ഈ ഭാഗത്ത് ഉണ്ടാവുക. പക്ഷെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എക്യുപ്മെന്റ് കൂടിയാണ് കേട്ടോ. ഒന്ന് വേഗം വായിച്ചു നോക്കിയത്.
ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ശരി. നെക്സ്റ്റ് അടുത്തതാണ് ഫ്ലോ മീറ്റർ. ഈ പിക്ചർ കണ്ടിട്ടുണ്ടോ? ഈ ഒരു ഉപകരണം കണ്ടിട്ടുണ്ടോ നിങ്ങള്? ഫ്ലോ മീറ്റർ എവിടെയാ കണ്ടിരിക്കുന്നത്? അല്ലെങ്കിൽ എന്തുമായി ബന്ധപ്പെട്ടാ കണ്ടിരിക്കുന്നത്? അല്ലെങ്കിൽ എന്തിന്റെ ഭാഗമായിട്ടാ കണ്ടിരിക്കുന്നത്? മെഡിക്കൽ ഗ്യാസ് സിലിണ്ടേഴ്സുമായി ബന്ധപ്പെട്ട് അല്ലെ? ഗ്യാസ് സിലിണ്ടർ, ഓക്സിജൻ ഗ്യാസ് സിലിണ്ടേഴ്സ് ഒക്കെ ഇരിക്കണമെങ്കിൽ അതിന്റെ മുകളിലായിട്ട് ഇത് ഘടിപ്പിച്ചിട്ടുണ്ടാവും അല്ലെ? അപ്പൊ എന്തായിരിക്കും അതിന്റെ ഫ്ലോ മീറ്റർ എന്ന് പറയുമ്പോൾ ആ പേരിൽ നിന്ന് അറിഞ്ഞൂടെ? അവിടെ ആ ഒരു സിലിണ്ടറിൽ നിന്നുള്ള ഗ്യാസോ ഫ്ലൂയിഡോ എന്താണോ അതിന്റെ ആ ഒരു ഫ്ലോയെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലെ? ഇത്ര കോൺസെപ്റ്റ് ഇത്ര ഒരു ഗ്യാസ്, ഒരു മെഡിക്കൽ ഓക്സിജൻ ഗ്യാസിന്റെ മുകളിൽ ഈ ഒരു ഫ്ലോ മീറ്റർ പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് എത്ര എമൗണ്ട് ഓഫ് ഗ്യാസ് പുറത്തേക്ക് പോകണം, അതിന്റെ ആ ഒരു ഫ്ലോയെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഡിവൈസ് പ്രവർത്തിക്കുന്നത്. അപ്പോ അതുപോലെ തന്നെ അനസ്തെറ്റിക് ഗ്യാസ് മെഷീനുകൾ, അനസ്തേഷ്യയുമായി ബന്ധപ്പെട്ട ഗ്യാസ് മെഷീനുകളിലും ഇത് യൂസ് ചെയ്യാറുണ്ട്. ആ ഒരു സ്പീഡ് ഓഫ് ഫ്ലോയുടെ സ്പീഡ് കുറയ്ക്കാനും അതിന്റെ ആ ഒരു എത്രത്തോളം പോണം അതിന്റെ ആ ഒരു കൺട്രോൾ ചെയ്യാനും അതിനൊക്കെ വേണ്ടിയിട്ട് വിസ്കോസിറ്റി ആൻഡ് ഡെൻസിറ്റി, അത് ഓരോ ഗ്യാസിനനുസരിച്ചും ഓരോ ഫ്ലൂയിഡിനനുസരിച്ചും അതിന്റെ ആ ഒരു വിസ്കോസിറ്റിക്കും ഡെൻസിറ്റിക്കും ആ സാന്ദ്രതയ്ക്കും ഒക്കെ അനുസരിച്ച് അത് എത്രത്തോളം ഫ്ലോയിലായിരിക്കണം പോവേണ്ടത്, അത് എങ്ങനെ നിയന്ത്രിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നതും അത് കൺട്രോൾ ചെയ്യുന്നതും ഈ ഒരു ഫ്ലോ മീറ്റർ ആയിരിക്കും. അപ്പോ അതുകൊണ്ട് തന്നെ ഈ ഗ്യാസ് സിലിണ്ടേഴ്സിന്റെ ഒക്കെ മുകളിലായിട്ട്, മെഡിക്കൽ ഗ്യാസ് സിലിണ്ടേഴ്സിന്റെ ഒക്കെ മുകളിലായിട്ട് നിങ്ങൾക്ക് ഇത് കാണാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് നമ്മൾ കോമൺ ആയിട്ട് കണ്ടിരിക്കുന്നത് ഓക്സിജൻ സിലിണ്ടേഴ്സിന്റെ ഒക്കെ മുകളിലായിട്ടായിരിക്കും. ഇപ്പൊ നോക്കിയേ, a device control and gauges the flow of a fluid and gas. ഫ്ലൂയിഡ് ആയിക്കോട്ടെ ഗ്യാസ് ആയിക്കോട്ടെ അതിന്റെ ആ ഒരു ഫ്ലോയെ നിയന്ത്രിക്കാൻ, ആ ഒഴുക്കിനെ നിയന്ത്രിക്കുന്നതിന്, മെഷർ ചെയ്യുന്നതിന് വേണ്ടിയും നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുമുള്ള ഒരു ഡിവൈസ് ആണ് ഫ്ലോ മീറ്റർ എന്ന് പറയുന്നത്. അപ്പൊ ആ പേരിൽ തന്നെ നിങ്ങൾ കണക്ട് ചെയ്യാം. ഫ്ലോ മീറ്റർ എന്ന് പറയുമ്പോൾ ഫ്ലോയെ നിയന്ത്രിക്കുന്ന, മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഉപകരണമാണ്. Then in anesthetic gas machine, it is the flow meter that uses by speed of flow based on their viscosity and density. അപ്പൊ ആ ഒരു വരുന്ന ആ ഒരു ഗ്യാസ് ആണ് അല്ലെങ്കിൽ അതിന്റെ ഫ്ലൂയിഡ് ആണോ അതിലുള്ളത്, അതിന്റെ വിസ്കോസിറ്റിയും അതിന്റെ ആ ഒരു സാന്ദ്രതയും ഒക്കെ അതിനെ അടിസ്ഥാനമാക്കിയിട്ട് ആ ഒരു ഫ്ലൂയിഡ് ആയിക്കോട്ടെ ഗ്യാസ് ആയിക്കോട്ടെ അതിന്റെ സ്പീഡ് ഓഫ് ഫ്ലോ എങ്ങനെയാണ് എന്ന് മെഷർ ചെയ്യേണ്ടതും അത് കൃത്യമായിട്ട് നിയന്ത്രിച്ച് കടത്തിവിടേണ്ടതും ഏതാണ്? ഈ ഫ്ലോ മീറ്ററിന്റെ ഒരു റെസ്പോൺസിബിലിറ്റി, അല്ലെങ്കിൽ ആ ഫ്ലോ മീറ്റർ ആണ് അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട് നമ്മൾ അവിടെ വെച്ചിരിക്കുന്നത്. ആ ഫ്ലോ മീറ്ററിന്റെ സഹായത്തോടു കൂടിയാണ് നമുക്കിപ്പോ അനസ്തേഷ്യ കൊടുക്കുമ്പോഴും ആ ഒരു കൃത്യമായ കോൺസെൻട്രേഷനും കൃത്യമായ അളവിലും ആയിരിക്കണം കൊടുക്കേണ്ടത് അല്ലെ? അപ്പൊ അതിനനുസരിച്ച് ആ ഒരു ഗ്യാസിന്റെ ഫ്ലോയും സ്പീഡിനെ ഒക്കെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടും മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുമുള്ള ഒരു ഉപകരണമാണ് ഫ്ലോ മീറ്റർ എന്ന് പറയുന്നത്. വേഗം ഒന്ന് വായിച്ചു നോക്കിയേ ഫ്ലോ മീറ്റർ. വോയിസ് കഴിഞ്ഞു. ഓക്കെ, അപ്പോ ഫ്ലോ മീറ്ററിന്റെ ആ ഒരു പിക്ചർ തന്നിട്ട് ഇത് ഏത് ഡിവൈസ് ആണ് അല്ലെങ്കിൽ ഇത് ഏത് എക്യുപ്മെന്റ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറയാറുണ്ട്. അതുപോലെ തന്നെ രണ്ടാമത് ചോദിക്കാവുന്നത് ഫ്ലൂയിഡിന്റെയും ഗ്യാസിന്റെയും ഒക്കെ ഫ്ലോയെ നിയന്ത്രിക്കുകയും ഗേജസ് മെഷർ ചെയ്യുകയും ചെയ്യുന്ന ആ ഡിവൈസ് ഏതാണെന്ന് ചോദിക്കാറുണ്ട്. അതല്ലെങ്കിൽ അനസ്തെറ്റിക് ഗ്യാസ് മെഷീനില് ആ ഒരു ഗ്യാസിന്റെ സ്പീഡ് ഓഫ് ഫ്ലോയെ കൺട്രോൾ ചെയ്യുന്ന മെഷീൻ ഏതാണ് എന്നും ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പൊ ഈ 3 രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ഫ്ലോ മീറ്റർ എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് ഉണ്ടാവാറ്. ഓക്കെ ആണല്ലോ? ഭാഗം ക്ലിയർ അല്ലേ? ഓക്കെ, ശരി. നെക്സ്റ്റ് അടുത്തതാണ് സിറിഞ്ച് പമ്പ്. കണ്ടിട്ടുണ്ടോ ഇത്? സിറിഞ്ച് പമ്പ് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? ഇല്ല. ഓക്കെ, ഇത് കോമൺ ആയിട്ട് നമ്മൾ അങ്ങനെ സാധാരണ കാണാറില്ല. ഇത് സാധാരണ ICU പോലെയുള്ള ഇടങ്ങളിലാണ് കോമൺ ആയിട്ട് നമ്മൾ ഈ ഒരു ഉപകരണം കാണുള്ളൂ. അല്ലാതെ നമ്മൾ നോർമൽ ആയിട്ടുള്ള ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ടൊന്നും ഇത് അങ്ങനെ അത്രത്തോളം എടുക്കാറില്ല.
അപ്പൊ ഐസിയുലെ പേഷ്യൻസിന്റെ കാര്യങ്ങൾക്കൊക്കെ ഇവരെന്ത് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ, സിറിഞ്ച് പമ്പ്സ് യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ ഇവിടെ സിറിഞ്ച് പമ്പ് എന്ന ആ ഒരു പേരിൽ നിന്ന് തന്നെ നോക്കാം. സിറിഞ്ച് ഡ്രിവർ ഓർ സിറിഞ്ച് പമ്പ് രണ്ട് പേരിലും അറിയപ്പെടുന്നുണ്ട് കേട്ടോ. സിറിഞ്ച് പമ്പ് അല്ലെങ്കിൽ സിറിഞ്ച് ഡ്രിവർ എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെ. അപ്പൊ ആ പിക്ചർ നോക്കിയിട്ട് ആ ഒരു പിക്ചറിൽ നിങ്ങൾക്ക് ആ ഒരു സിറിഞ്ചിന്റെ പിക്ചർ കണ്ടാൽ മനസ്സിലാവില്ല ഇത് സിറിഞ്ച് പമ്പാണ്. ഇനി അടുത്ത് നമ്മൾ ഇനി ഇൻഫ്യൂഷൻ പമ്പിനെ പറ്റി പഠിക്കും. അപ്പൊ മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇൻഫ്യൂഷൻ പമ്പിനെ പറ്റി പഠിക്കുമ്പോൾ ഇത് രണ്ടും തമ്മിൽ മാറിപ്പോകരുത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു പിക്ചർ ഒന്ന് മനസ്സിൽ വെച്ചേക്കണം. അപ്പൊ ഒരു സിറിഞ്ച് വെച്ചിരിക്കുന്നതാണല്ലോ, അപ്പൊ സിറിഞ്ച് പമ്പാണ് എന്ന് നോക്കാം. അപ്പൊ സിറിഞ്ച് ഡ്രിവർ അല്ലെങ്കിൽ ഒരു സിറിഞ്ച് പമ്പ് എന്ന് പറയുന്നത് ഇസ് എ ലിറ്റിൽ ഇൻഫ്യൂഷൻ പമ്പ്. Some consist of infusion and withdraw capability used to administer gradually small amounts of fluid with or without medication to a patient or for use in chemical and biomedical research. അപ്പൊ ഈ ഒരു സിറിഞ്ച് പമ്പിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് സിറിഞ്ച് ഡ്രിവർ എന്നും കൂടി അറിയപ്പെടുന്നുണ്ട്. ഇതൊരു ചെറിയ ഇൻഫ്യൂഷൻ പമ്പിന്റെ ഒരു ചെറിയ വേർഷനാണ്. ഇപ്പൊ ഇൻഫ്യൂഷൻ പമ്പിന്റെ പിക്ചർ ഒന്ന് കാണിച്ചു തരാം. ഇതിലുണ്ട് ഈ 32 കണ്ടോ, പിക്ചർ കണ്ടോ, 32 പിക്ചർ കണ്ടോ, കണ്ടോ? അതാണ് ഇൻഫ്യൂഷൻ പമ്പ്. അതിന്റെ തന്നെ ഒരു ചെറിയ വേർഷൻ ആണ് ഈ സിറിഞ്ച് പമ്പ് എന്ന് പറയുന്നത്. ഇതിന്റെ രണ്ടിന്റെയൊക്കെ ഫങ്ഷൻസ് ഒക്കെ ഏകദേശം സെയിം ആണ്. അപ്പൊ ഇൻഫ്യൂഷൻ പമ്പ് കുറച്ചും കൂടി ലാർജ് എമൗണ്ട് ഓഫ് ഫ്ലൂയിഡ്സും കാര്യങ്ങളും, ഫ്ലൂയിഡ്സ്, മെഡിക്കേഷൻസ്, ന്യൂട്രിയൻസ്, മെഡിസിൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പേഷ്യൻസിന്റെ സർക്കുലേറ്ററി സിസ്റ്റത്തിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതേസമയം നമ്മുടെ ഈ ഒരു സിറിഞ്ച് പമ്പ് എന്ന് പറയുമ്പോൾ വളരെ കുറഞ്ഞ അളവില്, അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്, വളരെ കുറഞ്ഞ അളവില് ഇതാണ് ലിറ്റിൽ ഇൻഫ്യൂഷൻ പമ്പ്. ഇൻഫ്യൂഷൻ പമ്പിന്റെ തന്നെ ചെറിയൊരു വെർഷനാണ്. അപ്പൊ ഇവിടെ ചില ഇൻഫ്യൂഷൻ പമ്പുകളില് നമുക്ക് ഫ്ലൂയിഡ്സ് കാര്യങ്ങൾ അങ്ങോട്ട് കൊടുക്കാൻ പറ്റും. ചിലത് ഇപ്പൊ ബ്ലഡോ കാര്യങ്ങളോ തിരികെ ഡ്രോപ്പ് ബാക്ക് കപ്പാസിറ്റി ഉണ്ട്. ഇപ്പൊ ടെസ്റ്റുകൾക്കോ കാര്യങ്ങൾ വേണ്ടിയിട്ട് ചിലവ നമുക്ക് ഫ്ലൂയിഡ്സ് അങ്ങോട്ട് മാത്രം ഇൻഫ്യൂഷൻ ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ, ഇഞ്ചക്ഷൻ പോലെ അങ്ങോട്ട് ചെയ്യാനോ കൊടുക്കാനോ മാത്രമേ പറ്റുള്ളൂ. മറ്റത് നമുക്ക് ഡ്രോ കപ്പാസിറ്റി കൂടി ഉണ്ടാവും. ചിലവയ്ക്ക് ബ്ലഡോ കാര്യങ്ങളോ ഇപ്പൊ ടെസ്റ്റോ കാര്യങ്ങൾക്കോ വേണ്ടിയിട്ട് വലിച്ചെടുക്കാനും സാധിക്കും. ഇനി യൂസ് ടു അഡ്മിനിസ്റ്റർ ഗ്രാജുവലി സ്മോൾ അമൗണ്ട്സ് ഓഫ് ഫ്ലൂയിഡ്. അതാണ് ഇവിടുത്തെ പ്രത്യേകത. ഇപ്പൊ ആന്റിബയോട്ടിക്സ് ഇപ്പൊ ICU അങ്ങനെയുള്ള ഇടങ്ങളിലൊക്കെയാണ് കേട്ടോ, വളരെ എമർജൻസി പേഷ്യൻസിന് ICUലുള്ള ആൾക്കാർക്ക് അതൊക്കെയാണ് കൂടുതലായിട്ട് നമ്മൾ ഇത്തരത്തിലുള്ള ഡോസ് ആയിട്ടുള്ള മെഡിസിൻസ്, ആന്റിബയോട്ടിക്സ് മുതലായവയൊക്കെ വളരെ സ്മോൾ എമൗണ്ടിൽ വളരെ ഗ്രാജുവലി വളരെ ദ്രാവകങ്ങള് അല്ലെങ്കിൽ ഫ്ലൂയിഡ്സ് വളരെ കുറഞ്ഞ, ചിലപ്പോ മെഡിസിൻസ് ഉള്ളവയാവാം, അല്ലാത്തതായിട്ടുള്ള ഫ്ലൂയിഡ്സ് എന്ത് ചെയ്യുന്നു, വളരെ ഗ്രാജുവലി വളരെ ചെറിയ എമൗണ്ടില് വളരെ കുറച്ചായിട്ട് കൊടുക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഈ സിറിഞ്ച് പമ്പ് എന്ന് പറയുന്നത്. അത് ഒറ്റടിക്കല്ല, വളരെ കൺട്രോൾഡ് ആയിട്ട്, വളരെ ഇപ്പൊ ഈ സിറിഞ്ചില് ഒരു മെഡിസിൻസ്, അപ്പൊ നിങ്ങൾ ആ പിക്ചർ നോക്കി അറിയാൻ പറ്റും. ഇപ്പൊ ഈ ഒരു സിറിഞ്ചില് ആ മെഡിസിൻസ് ആവശ്യമായിട്ട് അവരുടെ ബോഡിയിലേക്ക് കൊടുക്കേണ്ട, ആ ഒരു ഇൻഫ്യൂസ് ചെയ്യേണ്ട മെഡിസിൻസ് ഈ സിറിഞ്ചിൽ എടുക്കും. ഇതുമായി ബന്ധപ്പെട്ട് ട്യൂബും കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യണ്ട. ഇത് ജസ്റ്റ് ആ ഒരു മെഷീന്റെ പടം മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ഇതുമായി ബന്ധപ്പെട്ട് ട്യൂബും കാര്യങ്ങളും നമ്മുടെ IV കാനുലാസുമായി ബന്ധപ്പെട്ട് പ്ലേസ് ചെയ്യുകയും ഇതിൽ നിന്ന് വളരെ സ്മോൾ എമൗണ്ടിലായിട്ടായിരിക്കും ഫ്ലൂയിഡ്സ് ഈ ഒരു സിറിഞ്ചിൽ തന്നെ ആകെ കുറച്ച് എമൗണ്ട് ഓഫ് ഫ്ലൂയിഡ് അല്ലേ കയറുള്ളൂ, അല്ലേ? ഒരു സിറിഞ്ചിൽ എത്രത്തോളം ഫ്ലൂയിഡ് കയറും? വളരെ കുറച്ചല്ലേ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇത് നല്ല കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഫ്ലൂയിഡ്സ് ആയിരിക്കും, ആന്റിബയോട്ടിക്സ് പോലെ എന്തെങ്കിലും ഒക്കെ ആയിരിക്കാം. അപ്പൊ അങ്ങനെയുള്ള മെഡിസിൻസ് വളരെ കുറവ് എമൗണ്ട് ആണെങ്കിലും അത് വളരെ ഗ്രാജുവൽ ആയിട്ട് സ്മോൾ എമൗണ്ടിലായിരിക്കും ആ പേഷ്യന്റിന്റെ ബോഡിയിലേക്ക് കൊടുക്കാനായിട്ട് സഹായിക്കുന്ന ഒരു ഉപകരണമാണ് സിറിഞ്ച് പമ്പ് എന്ന് പറയുന്നത്. വളരെ ലൈറ്റ് ആയിട്ട് വളരെ 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 സമയം എടുത്ത് തന്നെയായിരിക്കും ഇതിൽ നിന്ന് ആ സിറിഞ്ച് പമ്പിനുള്ളിലുള്ള ആ ഒരു മെഡിസിൻസ് കഴിയണമെങ്കിൽ കുറെ സമയം എടുക്കും. വളരെ ഗ്രാജുവലി വളരെ സ്മോൾ എമൗണ്ടിലായിരിക്കും പോവുക. ക്ലിയർ ആയോ? ഇനി അതുപോലെ തന്നെ ഇത് അങ്ങനെ നമുക്ക് മെഡിസിൻസ് ഇൻഫ്യൂസ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതല്ലാതെ ഇൻ കെമിക്കൽ ആൻഡ് ബയോമെഡിക്കൽ റിസർച്ചുകളിൽ ഇപ്പൊ കെമിക്കൽ ആൻഡ് ബയോമെഡിക്കൽ റിസർച്ച് ഇപ്പൊ നിങ്ങൾ കെമിസ്ട്രി ലാബുകളിലേക്ക് പോയിട്ടുണ്ടോ? കെമിസ്ട്രി ലാബുകളിലൊക്കെ പോയിട്ട് സയൻസ് പഠിച്ചവരുണ്ടോ? ഉണ്ട്. ഇപ്പൊ കെമിസ്ട്രി ലാബുകളിൽ പോയി കഴിഞ്ഞാല് നമ്മള് കളർ ചേഞ്ച് വരുന്നത് നോക്കിയിരിക്കാറില്ലേ? ചില ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ, പ്രൊസീജിയേഴ്സ് ചെയ്യുമ്പോൾ
ചിലപ്പോ ചെറിയൊരു ഡ്രോപ്പ് ഒഴിക്കുമ്പോഴായിരിക്കും ആ പെട്ടെന്നുണ്ടാവുന്ന കളർ ചേഞ്ചുകൾ വരെ അല്ലെ. അപ്പൊ നമ്മൾ ഭയങ്കര മൈന്യൂട്ട് ആയിട്ടായിരിക്കും ഓരോ കാര്യങ്ങളും അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ശരിയല്ലേ? അപ്പൊ അതുപോലെ ഇപ്പൊ കെമിക്കൽ ആൻഡ് ബയോമെഡിക്കൽ റിസർച്ചുകൾ നമ്മുടെ മെഡിക്കൽ ഫീൽഡുമായി ബന്ധപ്പെട്ട് നടക്കാറുണ്ട്. സോ അത്തരത്തിലുള്ള റിസർച്ചുകളൊക്കെ ഇത് ഹെൽപ്ഫുൾ ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ വളരെ സ്മോൾ എമൗണ്ട് ഓഫ് ഫ്ലൂയിഡ്സും കാര്യങ്ങളും കെമിക്കൽസും ഒക്കെ നമുക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനും വളരെ സ്മോൾ എമൗണ്ട് വളരെ ഗ്രാജുവൽ ആയിട്ട് സ്മോൾ എമൗണ്ട്സ് പ്രൊവൈഡ് ചെയ്യാനും ആ ഒരു റിസർച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടത്താനും ഒക്കെ ആയിട്ട് ഈ ഒരു സിറിഞ്ച് പമ്പ് യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ ഈ ഒരു പിക്ചർ നോക്കണം. അതുപോലെ തന്നെ ഈ സിറിഞ്ച് ഡ്രിബർ അല്ലെങ്കിൽ സിറിഞ്ച് പമ്പ് എന്ന് പറയുന്നത് രണ്ടും ഒന്ന് തന്നെയാണ്. അതിന്റെ പേര് ഒന്നിനെ വിളിക്കുന്നതാണെന്ന് മനസ്സിലാക്കണം. അതുപോലെ ഇതൊരു ലിറ്റിൽ ഇൻഫ്യൂഷൻ പമ്പാണ്. ഇൻഫ്യൂഷൻ പമ്പും ഇതും നമ്മൾ കൺഫ്യൂസ്ഡ് ആവരുത് കേട്ടോ. ഇതൊരു ലിറ്റിൽ ഇൻഫ്യൂഷൻ പമ്പാണ്. ഇവിടെ വളരെ സ്മോൾ എമൗണ്ട് ഓഫ് ഫ്ലൂയിഡ്സ് ഗ്രാജുവലി വളരെ സ്മോൾ എമൗണ്ട് ഓഫ് ഫ്ലൂയിഡ്സ് ആണ് പേഷ്യൻസിലോട്ട് ബോഡിയിലേക്ക് നൽകുന്നത്. അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. അതുപോലെ തന്നെ കെമിക്കൽ ആൻഡ് ബയോമെഡിക്കൽ റിസർച്ച് മേഖലകളിലും ഈ ഒരു ഉപകരണം യൂസ് ചെയ്യാറുണ്ട്. ഒന്ന് വേഗം വായിച്ചു നോക്കിയേ സിറിഞ്ച് പമ്പ്. വായിച്ചു കഴിഞ്ഞോ? ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ശരി. നെക്സ്റ്റ് അടുത്തതാണ് സ്റ്റെതസ്കോപ്പ്. ഇതറിയാലോ? അറിയില്ലേ? പരിചയമുള്ളതല്ലേ സ്റ്റെതസ്കോപ്പ്? അപ്പോ സ്റ്റെതസ്കോപ്പിന്റെ പിക്ചർ നോക്കാം. ഇനി എന്തായിരിക്കും അതിനെപ്പറ്റി, എന്തിനു വേണ്ടിയാണ് സ്റ്റെതസ്കോപ്പ് യൂസ് ചെയ്യുന്നത് അത് പറയട്ടെ. അത് എന്തിനു വേണ്ടിയാണ് സ്റ്റെതസ്കോപ്പ് യൂസ് ചെയ്യുന്നത്? ഡോക്ടേഴ്സ് നമ്മൾ സ്റ്റെതസ്കോപ്പ് എടുത്ത് എന്താ ചെയ്യാറ്? ഹാർട്ട് ബീറ്റ് കേൾക്കും. നമ്മുടെ ബോഡിയുടെ ഉള്ളിലുള്ള സൗണ്ട് അല്ലെ, ഇന്നർ സൗണ്ടുകള് ലിസൺ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കേൾക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ഉപകരണമാണ് സ്റ്റെതസ്കോപ്പ്. ആ സ്റ്റെതസ്കോപ്പിന്റെ ഭാഗങ്ങളൊക്കെ ഒന്ന് നോക്കിയേ. ആ രണ്ട് വയറുള്ള രണ്ട് ട്യൂബുള്ള ഭാഗം നമ്മുടെ എവിടെയാ ഡോക്ടർ വെക്കുക? എവിടെയാ വെക്കുക? ഇയറില് അല്ലെ, അവരുടെ ചെവിയിൽ വെക്കും. മറ്റേ ആ ഒരു റൗണ്ട് ഷേപ്പിലുള്ള ആ ഒരു ഭാഗം, ഡിസ്ക് ഷേപ്ഡ് ആയിട്ടുള്ള ആ ഒരു ഭാഗം നമ്മുടെ ബോഡിയിൽ ഫിക്സ് ചെയ്ത് വെക്കും അല്ലെ. നമ്മുടെ ബോഡിയിൽ പല പ്ലേസുകളിലായിട്ട് മാറ്റി മാറ്റി വെച്ച് നമ്മുടെ ഇന്നർ സൗണ്ട് ലിസൺ ചെയ്യുന്നതിന് വേണ്ടി സഹായിക്കുന്ന ഒരു ഉപകരണമാണ് സ്റ്റെതസ്കോപ്പ്. അപ്പൊ നോക്കി, the stethoscope is an auditory medical device for auscultation or listening to the inner sound of an animal or human body. ഈ auscultation എന്ന് പറയുന്ന വാക്കിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. auscultation എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? നമ്മുടെ അനിമൽ അല്ലെങ്കിൽ ഹ്യൂമൻ ബോഡിയുടെ ഉള്ളിലെ ഇന്നർ സൗണ്ടുകളെ ലിസൺ ചെയ്യുന്നതിന് അല്ലെങ്കിൽ കേൾക്കുന്നതിനെ പറയുന്നതാണ് ഓസ്കൾട്ടേഷൻ കേട്ടോ. അപ്പൊ അത് രണ്ട് സെന്റൻസ്, രണ്ട് വേർഡ്സ് അല്ല, ഓസ്കൾട്ടേഷൻ തന്നെയാണ് ലിസണിങ് ടു ദ ഇന്നർ സൗണ്ട്സ് ഓഫ് ആൻ അനിമൽ ഓർ ഹ്യൂമൻ ബോഡി. മനസ്സിലായോ? അപ്പോ സ്റ്റെതസ്കോപ്പ് എന്ന് പറഞ്ഞാൽ ഇസ് ആൻ ഓഡിറ്ററി മെഡിക്കൽ ഡിവൈസ് അല്ലെ. നമ്മുടെ ശ്രവണത്തെ കേന്ദ്രീകൃതമായിട്ടുള്ള അല്ലെങ്കിൽ ശ്രവണവുമായി ബന്ധപ്പെട്ട ഒരു മെഡിക്കൽ ഡിവൈസ് ആണ്. എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു? നമ്മുടെ അനിമൽസിന്റെയോ അല്ലെങ്കിൽ ഹ്യൂമൻ ബോഡിയുടെയോ ഇന്നർ സൗണ്ടുകളെ കേൾക്കാനായിട്ട്, ഇത് ഓസ്കൾട്ടേഷന് വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു മെഡിക്കൽ ഡിവൈസ് ആണ് സ്റ്റെതസ്കോപ്പ് എന്ന് പറയുന്നത്. Then it will have a small disc-shaped resonator that is put against the chest and two tubes connected to earpieces. ഇതില് ഒരു റെസൊണേറ്റർ ഉണ്ട്. ആ ഒരു പിക്ചറിൽ മനസ്സിലാവും. ഒരു സ്മോൾ ഡിസ്ക് ഷേപ്ഡ് ആയിട്ടുള്ള ഒരു ഭാഗമുണ്ട്. അതിനെയാണ് നമ്മളൊരു റെസൊണേറ്റർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അത് പുട്ട് എഗെയിൻസ്റ്റ് ചെസ്റ്റ്, നമ്മുടെ നെഞ്ചിന്റെ ചെസ്റ്റിന്റെ ഭാഗത്തും പുറമൊക്കെയാണ്, പുറം ഭാഗമൊക്കെ ആയിട്ടാണ് വെക്കാറ് അല്ലെ. അതുപോലെ തന്നെ അതിൽ നിന്ന് രണ്ട് ട്യൂബ്സ് കണക്റ്റഡ് ആയിരിക്കും. കണക്റ്റഡ് ടു ഇയർ പീസ്, നമ്മുടെ ചെവിയിൽ വെക്കുന്ന രണ്ട് ഇയർ പീസുമായിട്ട് ഈ ട്യൂബിൽ നിന്നും രണ്ട് ട്യൂബ് കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. It is often used to hear the sounds of the lungs and heart.
എന്താ ഇതിലൂടെ നമ്മുടെ പ്രധാനമായിട്ടും നമ്മുടെ ലങ്സിന്റെയും ഹാർട്ടിന്റെയും ഒക്കെ സൗണ്ടുകൾ കേൾക്കാൻ വേണ്ടിയിട്ട് ഇന്നർ സൗണ്ടുകൾ കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഡോക്ടേഴ്സ് പ്രധാനമായിട്ടും ഈ സ്റ്റെതസ്കോപ്പ് യൂസ് ചെയ്യുന്നത്. അപ്പൊ സ്റ്റെതസ്കോപ്പിന്റെ പിക്ചർ നോക്കണം. ഈ സ്റ്റെതസ്കോപ്പ് ചോദിക്കാറുണ്ട്, ഡാഷ് is an auditory medical device used for auscultation or listening to the inner sounds of an animal or human body. Animals'ന്റെയോ ഹ്യൂമൻ ബോഡിയുടെയോ ഇന്നർ സൗണ്ടുകൾ അല്ലെങ്കിൽ ആന്തരിക ശബ്ദങ്ങൾ കേൾക്കാനായിട്ട് അല്ലെങ്കിൽ ഓസ്കൾട്ടേഷന് വേണ്ടി സഹായിക്കുന്ന മെഡിക്കൽ ഡിവൈസ് ഏതാണെന്ന് ചോദിക്കാറുണ്ട്. ഇനി ഇതിന്റെ ഭാഗങ്ങൾ എന്തൊക്കെയാ? ഒരു സ്മോൾ ഡിസ്ക് ഷേപ്ഡ് റെസൊണേറ്റർ ഉണ്ടായിരിക്കും. അത് നമ്മുടെ ചെസ്റ്റിന് അഗെയിൻസ്റ്റ് ആയിട്ടായിരിക്കും വെക്കുക. അതുപോലെ തന്നെ അതിൽ നിന്ന് 2 ട്യൂബ്സ് കണക്ട് ചെയ്തിട്ടുണ്ടാവും. 2 ഇയർ പീസസ്, 2 ഇയർ പീസുകളിലേക്ക് 2 ട്യൂബ്സ് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഇത് സാധാരണയായിട്ട് ഈ ഒരു സ്റ്റെതസ്കോപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ലങ്സിന്റെയും ഹാർട്ടിന്റെയൊക്കെ ഇന്നർ സൗണ്ടുകളാണ് സാധാരണയായിട്ട് കേൾക്കാൻ ശ്രമിക്കാറ്. വേഗം ഒന്ന് വായിച്ചു നോക്കിയേ സ്റ്റെതസ്കോപ്പ്. വായിച്ചു കഴിഞ്ഞോ? ഓ ശരി. നെക്സ്റ്റ് ക്രാഷ് കാർ ട്രോളി. നമ്മൾ നേരത്തെ കഴിഞ്ഞ പ്രാവശ്യം ട്രോളി പഠിച്ചപ്പോ പഠിച്ചില്ലായിരുന്നോ? ക്രാഷ് കാർ ട്രോളി പഠിച്ചില്ലേ? അപ്പൊ അതിന്റെ നമ്മൾ മിസ് പറഞ്ഞിരുന്നല്ലോ, അത് നമുക്കൊരു എക്യുപ്മെന്റ് ആയിട്ട് പഠിക്കാനുണ്ടെന്ന്. അപ്പൊ ഇവിടെ ക്രാഷ് കാർട്ട് ആണ് കേട്ടോ നമ്മൾ പഠിക്കുന്നത്. ഈ ക്രാഷ് കാർട്ടിനെ മറ്റു പേരുകളിലും കൂടി അറിയപ്പെടുന്നുണ്ട്. അപ്പൊ ആ പിക്ചർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരുപാട് ട്രീസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ട്രേ അല്ലെങ്കിൽ ഡ്രോയേഴ്സോ ഷെൽഫുകളോ ഒക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുള്ളതാണ് ഈ ക്രാഷ് കാർട്ട് ട്രോളി അല്ലെങ്കിൽ ക്രാഷ് കാർട്ട് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ മറ്റു പേരുകളാണ് നിങ്ങൾ നോക്കേണ്ടത്. ഒന്നാമതായിട്ട് ഇറ്റ് ഈസ് നോൺ ബൈ അതർ നെയിംസ് ലൈക്ക് കോഡ് കാർട്ട് എന്നാണ്. അതായത് അവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. CODE ആണ് കേട്ടോ, CORD അല്ല, CODE. കോഡ് CODE. ഒന്ന് കറക്റ്റ് ചെയ്തോ കേട്ടോ. തെറ്റുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ടെക്സ്റ്റിൽ കറക്റ്റ് ആണെങ്കിൽ മാറ്റണ്ട. മിസ്റ്റേക്കിലാണ് ഉള്ളതെങ്കിൽ ഒന്ന് മാറ്റിയേക്കാം കേട്ടോ. കോഡ് കാർട്ടാണ്, CODE ആണ് കേട്ടോ. ചേഞ്ച് ചെയ്തോ? അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ വരുമ്പോ നിങ്ങൾക്ക് അയ്യോ മിസ് ഞങ്ങൾ കോഡാണ് പഠിച്ചത് എന്ന് പറഞ്ഞിട്ട് ചിലവര് ആൻസർ ചെയ്യാതെയൊക്കെ പോകും. അപ്പൊ 3 ഓപ്ഷൻസ് കാണുമ്പോൾ ചിലപ്പോ ആ ഓപ്ഷൻ ഉൾപ്പെടുത്താണ്ട് വേറെ എന്തെങ്കിലും ഒക്കെ തെറ്റായ രീതിയിൽ ആൻസർ ചെയ്യും. അപ്പൊ അതുകൊണ്ടാണ്. അപ്പൊ കോഡ് കാർട്ട് കേട്ടോ, CODE ആണ് കേട്ടോ. അപ്പൊ ഇറ്റ്സ് നോൺ ബൈ അതർ നെയിംസ് ലൈക്ക് കോഡ് കാർട്ട്, max cart and a crash cart or code car or max cart. It is a set of trays, drawers or shelves or wheels used in hospital for transportation and dispensing of emergency medication or equipment at the site of medical or surgical emergency for life support protocols that to potentially save someone's life. ഇവിടെ ക്രാഷ് കാർട്ട് എന്ന് പറഞ്ഞാൽ അതിനെ മറ്റു 2 പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. ക്രാഷ് കാർട്ട് എന്ന് പറയാം, കോഡ് കാർട്ട് എന്ന് പറയാം, മാക്സ് കാർട്ട് എന്ന് പറയാം. ക്ലിയർ ആയോ? അത് ആ 3 പേരുകളിൽ അറിയപ്പെടുന്നുള്ളത് മനസ്സിലാക്കി വെക്കണേ. ക്രാഷ് കാർട്ട്, കോഡ് കാർട്ട്, മാക്സ് കാർട്ട്. കിട്ടിയോ? അത് ഇപ്പൊ തന്നെ പഠിച്ചു പോവാട്ടോ. ക്രാഷ് കാർട്ട്, കോഡ് കാർട്ട്, മാക്സ് കാർട്ട്, ഈ 3 പേരിൽ ഇത് അറിയപ്പെടുന്നുണ്ട്. ഇനി ഈ ക്രാഷ് കാർട്ട് ആയിക്കോട്ടെ, കോഡ് കാർട്ട് ആയിക്കോട്ടെ, മാക്സ് കാർട്ട് ആയിക്കോട്ടെ, ഇത് 3 ഒന്ന് തന്നെയാണല്ലോ. ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇറ്റ്സ് എ സെറ്റ് ഓഫ് ട്രേസ്. നിങ്ങൾക്ക് ആ പിക്ചറിൽ നോക്കിയാൽ കാണാൻ പറ്റും. ഒരു കൂട്ടം ട്രേസോ ഡ്രോയേഴ്സോ അല്ലെങ്കിൽ ഷെൽഫുകളോ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അല്ലെ? ആ ഒരു പിക്ചറിൽ നോക്കിയാൽ അറിയാലോ. ഒരു കൂട്ടം ട്രേസ് ആവാം, അല്ലെങ്കിൽ ഡ്രോയേഴ്സ് അല്ലെങ്കിൽ ഷെൽഫുകള് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതല്ലേ ഈ ഒരു ക്രാഷ് കാർട്ട് അല്ലെങ്കിൽ മാക്സ് കാർട്ട് എന്ന് പറയുന്ന ആ ഒരു എക്യുപ്മെന്റ് അല്ലേ? ഓൺ വീൽസിലാണ് അല്ലെ? വീൽസില് ട്രേസോ ഡ്രോയേഴ്സോ ഷെൽഫുകളോ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഉപകരണമാണ് ഈ ക്രാഷ് കാർട്ട്. എന്തിനു വേണ്ടിയിട്ടാ? യൂസ്ഡ് ഇൻ ഹോസ്പിറ്റൽ ഫോർ ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ഡിസ്പെൻസിങ് ഓഫ് എമർജൻസി മെഡിക്കേഷൻ ആൻഡ് എക്യുപ്മെന്റ്. എമർജൻസി മെഡിസിൻസും എക്യുപ്മെന്റുകളും ഹോസ്പിറ്റലിൽ നിന്നും ട്രാൻസ്പോർട്ട് ചെയ്യാനും
അത് ഡിസ്പെൻസ് ചെയ്യാനും വേണ്ടി ഓരോ സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാനും അത് ഡിസ്പെൻസ് ചെയ്യാനും വേണ്ടിയിട്ട് വിതരണം ചെയ്യാനും വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യുന്നു. അറ്റ് ദ സൈറ്റ് ഓഫ് ഏത് സ്ഥലത്താണ്? അറ്റ് ദ സൈറ്റ് ഓഫ് മെഡിക്കൽ ഓർ സർജിക്കൽ എമർജൻസി. എന്താണോ ഒരു മെഡിക്കൽ പരമായിട്ട് അല്ലെങ്കിൽ സർജിക്കൽ എമർജൻസി ചെയ്യുന്ന അത്തരത്തിലുള്ള സിറ്റുവേഷൻ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സൈറ്റുകളിലേക്ക് ഫോർ ലൈഫ് സപ്പോർട്ട് പ്രോട്ടോകോൾസ് ACLS ആൻഡ് ALS. എന്താണ് ACLS? എന്തായിരിക്കും? അഡ്വാൻസ്ഡ് കാർഡിയോ വാസ്കുലർ ലൈഫ് സപ്പോർട്ട്. അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് എഴുതി വെക്കാം കേട്ടോ. ACLS അഡ്വാൻസ്ഡ് കാർഡിയോ വാസ്കുലർ ലൈഫ് സപ്പോർട്ട്. ഒന്ന് എഴുതി വെച്ചേ. ലൈഫ് സപ്പോർട്ടിന് വേണ്ടിയിട്ടുള്ള ഒരു അഡ്വാൻസ്ഡ് സെറ്റ് ഓഫ് പ്രൊസീജിയേഴ്സ് ആൻഡ് സ്കിൽസ് ആണ് ഇവിടെ. അഡ്വാൻസ്ഡ് കാർഡിയോ വാസ്കുലർ ലൈഫ് സപ്പോർട്ട് എഴുതിയോ? ഈ എക്സ്പാൻഡ് ഫോം ചോദിക്കാറുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് മിസ് പിന്നെയും പറയുന്നത്. അറിയാത്തവരുണ്ടെങ്കിൽ എഴുതി വെക്കാം. ദെൻ ALS എന്ന് പറഞ്ഞാൽ അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട്. അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട്, അഡ്വാൻസ്ഡ് കാർഡിയോ വാസ്കുലർ ലൈഫ് സപ്പോർട്ട്, അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട്. ഇത് നമ്മുടെ പൊട്ടൻഷ്യലി സേവ് സംവൺസ് ലൈഫ്. ഒരു വ്യക്തിയുടെ ജീവിതം അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ലൈഫ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് എത്രയും വേഗം സേവ് ചെയ്യുന്നതിന് വേണ്ടി, രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്, ആ ഒരു വ്യക്തിയുടെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ലൈഫ് സപ്പോർട്ട് പ്രോട്ടോകോളുകളാണ് അഡ്വാൻസ്ഡ് കാർഡിയോ വാസ്കുലർ ലൈഫ് സപ്പോർട്ടും അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തില് ഈ പറയുന്ന പ്രൊസീജിയേഴ്സ് ഒരു പേഷ്യന്റിന്റെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ലൈഫിനെ, ജീവനെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഇത്തരം ലൈഫ് സപ്പോർട്ട് പ്രോട്ടോകോൾസ് ചെയ്യുന്നതിന് വേണ്ടി അത്തരം മെഡിക്കൽ ഓർ സർജിക്കൽ എമർജൻസി സൈറ്റുകളിലേക്ക് മെഡിസിൻസും എക്യുപ്മെന്റുകളും, ആവശ്യമായ എമർജൻസി മെഡിസിൻസും എക്യുപ്മെന്റുകളും ട്രാൻസ്പോർട്ട് ചെയ്യുകയും ഡിസ്പെൻസ് ചെയ്യാനും വേണ്ടിയിട്ട് വീൽസിൽ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു കൂട്ടം ട്രേസിനെയോ ഡ്രോയേഴ്സിനെയോ അല്ലെങ്കിൽ ഷെൽഫുകളെയോ ആണ് നമ്മള് കോഡ് കാർട്ട്, മാക്സ് കാർട്ട് അല്ലെങ്കിൽ ക്രാഷ് കാർട്ട് എന്ന് അറിയപ്പെടുന്നത്. ക്ലിയർ ആയോ അത്? ഇപ്പൊ ക്രാഷ് കാർട്ട് എന്ന് പറഞ്ഞാൽ അതിന് മൂന്നായിട്ട് അറിയപ്പെടുന്നു. ക്രാഷ് കാർട്ട് എന്നറിയപ്പെടുന്നു, കോഡ് കാർട്ട് എന്നറിയപ്പെടുന്നു, മാക്സ് കാർട്ട് എന്നറിയപ്പെടുന്നു. ഇത് എന്താണ്? വീലുകളിൽ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു കൂട്ടം ട്രേസോ ഡ്രോയേഴ്സോ അല്ലെങ്കിൽ ഷെൽഫുകളോ ആണ്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ഒരു വ്യക്തിയുടെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി ലൈഫ് സപ്പോർട്ട് പ്രോട്ടോകോൾസ് ആയിട്ടുള്ള ACLS, ALS എന്താണ്? അഡ്വാൻസ്ഡ് കാർഡിയോ വാസ്കുലർ ലൈഫ് സപ്പോർട്ടും അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് മുതലായ ലൈഫ് സപ്പോർട്ട് പ്രോട്ടോകോൾസ് കൃത്യമായിട്ട് പെർഫോം ചെയ്യുന്നതിന് വേണ്ടി അത്തരം മെഡിക്കൽ ഓർ എമർജൻസി, സർജിക്കൽ എമർജൻസി സിറ്റുവേഷൻ സൈറ്റുകളിലേക്ക് ആവശ്യമായിട്ടുള്ള എമർജൻസി മരുന്നുകളും ഉപകരണങ്ങളും ട്രാൻസ്പോർട്ട് ചെയ്യാനും ഡിസ്പെൻസ് ചെയ്യാനും വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഉപകരണമാണ് ക്രാഷ് കാർട്ട്, കോഡ് കാർട്ട് അല്ലെങ്കിൽ മാക്സ് കാർട്ട് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? മനസ്സിലായോ? അപ്പൊ ഇവിടെ നിന്ന് ആ പിക്ചർ നോക്കിയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ ചോദിക്കാം. ഇതിന്റെ മറ്റു പേരുകൾ എന്താണെന്ന് ചോദിക്കാം. അല്ലെങ്കിൽ ഏത് ഉപകരണമാണ് ഇത്തരം എമർജൻസി മെഡിക്കേഷൻസും എക്യുപ്മെന്റും ഒക്കെ ക്യാരി ചെയ്യാൻ, ട്രാൻസ്പോർട്ട് ചെയ്യാനും ഡിസ്പെൻസ് ചെയ്യാനും വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന വീൽഡ് ആയിട്ടുള്ള ഉപകരണം ഏതാണെന്ന് ചോദിക്കാം. അതല്ലെങ്കിൽ ACLSന്റെയും ALSന്റെയും എക്സ്പാൻഡ് ഫോംസും ചോദിക്കാം. ഒന്ന് വായിച്ചു നോക്കി വേഗം. ക്രാഷ് കാർട്ട് ഓക്കെ അല്ലേ? ഇത് നെക്സ്റ്റിലേക്ക് പോവാലോ. നെക്സ്റ്റ് വൺ ആണ് നെബുലൈസർ. നെബുലൈസർ കണ്ടിട്ടില്ലേ? പിക്ചർ നോക്കി. മിക്ക ആളുകളുടെയും കുട്ടികളൊക്കെ ഉള്ള വീടുകളാണെങ്കിലും മിക്കവരുടെയും വീടുകളിലും ഉണ്ടാവും ഇല്ലേ? നെബുലൈസർ ഉണ്ടോ? വീട്ടിലുണ്ടോ? നെബുലൈസർ ഉണ്ടോ? ഇപ്പൊ കുട്ടികൾക്കൊക്കെ പനിയോ അല്ലെങ്കിൽ ശ്വാസം ബുദ്ധിമുട്ടോ ശ്വാസം തടസ്സമോ ഒക്കെ വരുമ്പോൾ നമ്മൾ ഈ നെബുലൈസേഴ്സ് യൂസ് ചെയ്ത് ഇൻഹലേഷൻ നടത്താറുണ്ട് അല്ലെ? അപ്പൊ ഇവിടെ nebulizer, it is a drug delivery instrument used to give
medication in the form of a mist inhaled into the lungs. നമ്മുടെ ലങ്സിലേക്ക് ഒരു മിസ്റ്റ് അല്ലെങ്കിൽ ഇപ്പൊ ഒരു പുക അല്ലെങ്കിൽ എന്താണ് പറയാ ഒരു മഞ്ഞ് അല്ലെങ്കിൽ ആ ഒരു മിസ്റ്റിന്റെ രൂപത്തില് മെഡിസിൻസ് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു നമ്മുടെ ലങ്സിലേക്ക് നൽകാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഡ്രഗ് ഡെലിവറി ഇൻസ്ട്രുമെന്റ് ആണ് നെബുലൈസർ. ഈ നെബുലൈസറിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആ മാസ്ക് വെക്കുന്നതിന്റെ താഴെയായിട്ട് ഇതില് നമ്മൾ മെഡിസിൻസ് ഒഴിച്ചു കൊടുക്കും, ഇല്ലേ? കൊടുക്കാറില്ലേ? മെഡിസിൻസ് ആഡ് ചെയ്തിട്ട് അവിടെ എന്നിട്ടല്ലേ നമ്മൾ ഓൺ ചെയ്ത് അത് നെബുലൈസ് ചെയ്യാൻ ആരംഭിക്കുന്നത്, അല്ലെ? അപ്പൊ ഓട്ടോമാറ്റിക്കലി ആ ഒരു മിസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു മൂടൽ മഞ്ഞിന്റെ രൂപത്തില് നമ്മുടെ ആ ഒരു ലങ്സിലേക്ക് ഈ ഒരു ഉപകരണം വഴി മരുന്ന് വിതരണം ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. ഇനി നെബുലൈസർ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത് എങ്ങനെയുള്ള പേഷ്യൻസിനാണ്? എങ്ങനെയുള്ള ആളുകൾക്ക് നമ്മൾ നെബുലൈസ് ചെയ്യാം? എങ്ങനെയുള്ള ആളുകൾക്ക് നമ്മൾ നെബുലൈസ്, അതെ, ശ്വാസതടസ്സം, ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ഉള്ള ആളുകൾക്ക്, അല്ലെ? അപ്പൊ അതില് സിസ്റ്റിക് ഫൈബ്രോസിസ്, ആസ്മ, COPD, മറ്റ് റെസ്പിറേറ്ററി ഡിസീസ് ഒരു ഡിസോർഡേഴ്സ് ഉള്ള ആളുകളാണ് കൂടുതലായിട്ടും നെബുലൈസേഴ്സ് ഉള്ള ട്രീറ്റ്മെന്റുകൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ സിസ്റ്റിക് ഫൈബ്രോസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതൊരു അപൂർവജനിതകപരമായിട്ടുള്ള ഒരു വൈകല്യമാണ്. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പതിവായിട്ട് സിസ്റ്റിക് ഫൈബ്രോസിസ് ഉള്ള ആളുകളാണെങ്കിൽ അവരുടെ ലങ്സ് ഡാമേജ് ആവുകയും പതിവായിട്ട് അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അവർക്ക് ശ്വാസകോശവുമായി ബന്ധപ്പെട്ട അണുബാധകൾ വരും. അതിന്റെ ഭാഗമായിട്ട് ശ്വസിക്കാനായിട്ട് ബുദ്ധിമുട്ട്, കഫം, ചുമ, അങ്ങനെയുള്ള ദീർഘകാല പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവുന്ന ഒരു കണ്ടീഷനാണ് സിസ്റ്റിക് ഫൈബ്രോസിസ്. ഇനി ആസ്മ നമുക്കറിയാമല്ലോ, അല്ലെ? മിക്ക ആളുകൾക്കും എന്താണ് പ്രായമായ ആളുകൾക്ക് ഒത്തിരി ഉള്ളതാണ് ആസ്മ. അതുപോലെ തന്നെ COPDയുടെ എക്സ്പാൻഡ് ഫോം എന്താ COPD? വെരി ഗുഡ്, ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ്, അല്ലെ? ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ്. അപ്പൊ COPDയും ഇതേപോലെ തന്നെ നമുക്ക് ശ്വാസതടസ്സം ഒരു ഗ്രൂപ്പ് ഓഫ് എന്താണ് ലങ് ഡിസീസ് ആണ്. ശ്വാസതടസ്സം, കഫക്കെട്ട്, അതുപോലെ തന്നെ ശ്വസന വ്യവസ്ഥയെ ബാധിക്കുകയും അത് ശ്വാസകോശങ്ങളെ നശിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കണ്ടീഷനാണ്. അപ്പൊ അത്തരത്തില് COPD അല്ലെങ്കിൽ ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് ഉള്ള ആളുകൾക്ക് മറ്റു റെസ്പിറേറ്ററി സിസ്റ്റവുമായി ബന്ധപ്പെട്ട് ശ്വസന ബുദ്ധിമുട്ടുകളോ വൈകല്യങ്ങളോ ഒക്കെ ഉള്ള ആളുകൾക്കൊക്കെയാണ് കൂടുതലും നെബുലൈസേഴ്സ് പ്രധാനമായിട്ടും ട്രീറ്റ്മെന്റുകളുടെ ഭാഗമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നത്. അപ്പൊ കുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്ക് പനിയുടെ ഭാഗമായിട്ടൊക്കെ എന്താണ് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടോ മറ്റൊക്കെ പങ്കെട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് ട്രീറ്റ്മെന്റ് കഴിയുമ്പോൾ അതിനനുസരിച്ചുള്ള മെഡിസിൻസ് തരും. അതെടുത്ത് ആശ്വാസമായി കുറച്ച് കഴിയുമ്പോൾ നമ്മൾ അത് നിർത്തും. അതേസമയം ഇത്തരത്തിലുള്ള ബ്രീത്തിങ് ഡിഫിക്കൽറ്റിയും റെസ്പിറേറ്ററി ഡിസീസുകൾ ഫേസ് ചെയ്യുന്ന ആളുകളൊക്കെ ആണെങ്കിൽ അവർക്ക് ഈ നെബുലൈസർ അവരുടെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് തന്നെ കൊണ്ടു നടക്കേണ്ടതായിട്ട് വരും. അപ്പൊ ഈ ഒരു നെബുലൈസർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡ്രഗ് ഡെലിവറി ഇൻസ്ട്രുമെന്റ്, മരുന്ന് വിതരണം ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഉപകരണമാണ്. യൂസ് ടു ഗിവ് മെഡിക്കേഷൻ ഇൻ ദ ഫോം ഓഫ് മിസ്റ്റ്, അല്ലെ? ഒരു മൂടൽ മഞ്ഞിന്റെ രൂപത്തിൽ നമ്മുടെ ലങ്സിലേക്ക് മരുന്നുകൾ നൽകാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രഗ് ഡെലിവറി ഇൻസ്ട്രുമെന്റ് ആണ് നെബുലൈസർ. ഇവിടെ നെബുലൈസേഴ്സ് ആർ മെയിൻലി യൂസ്ഡ് ഇൻ ദ ട്രീറ്റ്മെന്റ് ഓഫ് സിസ്റ്റിക് ഫൈബ്രോസിസിന് വേണ്ടി, ആസ്മ, COPD, മറ്റ് റെസ്പിറേറ്ററി ഡിസീസ് ഓർ ഡിസോർഡേഴ്സിന് വേണ്ടിയിട്ടും ഈ ഒരു നെബുലൈസേഴ്സ് കൂടുതലായിട്ടും അതിന്റെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് യൂസ് ചെയ്യാറുണ്ട്. വേഗം ഒന്ന് വായിച്ചു നോക്കി നെബുലൈസർ. വായിച്ചു കഴിയുമ്പോൾ ഒന്ന് റിപ്ലൈ ചെയ്യണേ. കംപ്ലീറ്റ് ആയോ? ശരി. അപ്പൊ പിക്ചർ നോക്കുക. അതിന്റെ ആ ഒരു പ്രധാനപ്പെട്ട മെയിൻലി യൂസ് ചെയ്യുന്ന ട്രീറ്റ്മെന്റ് എന്തിനൊക്കെയാണ്, അതുപോലെ ഇത് എന്ത് ഡ്രഗ് ഡെലിവറി ഇൻസ്ട്രുമെന്റ്, ഏത് രൂപത്തിലാണ് ഇത് ഡ്രഗ്സ് എന്താണ് മരുന്നുകൾ ഇതിൽ വിതരണം ചെയ്യുന്നത് എന്നൊന്നും നോക്കാം. അപ്പൊ നെബുലൈസർ വരെയും ഇന്ന് എടുക്കുന്നുള്ളൂ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് സ്റ്റീം ഇൻഹേലർ തുടങ്ങി സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ വരെ വായിച്ചിട്ട് വരാം. ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു.